بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم التابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين ويا من يفتقر كل إليه لجاهه يوم الحشر لا تنسني إذ ذاك في تلك الضرر قد جئت بابك راجيا نيل الظفر بنوالكم يا مصطفى لا ينكسر قلبي بعودي خائبا مع من خسر لو جاء إلى الكرماء من يشكو العسر بالافتقار فلا يعود بلا يسر هل من كريم مثلكم في من غبر أو من يجي لا وحق المقتدر يا رب صل على النبي محمد منجي الخلائق من جهنم في غدي സർവാദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാല് ദിവസം മുമ്പ് ആരംഭിച്ച നമ്മുടെ ഈ പ്രഭാഷണ സദസ്സ് ഇന്ന് സമാപിക്കുകയാണ്. നേരം വൈകാതെ തന്നെ ബഹുമാന്യരായ പേരോട് ഉസ്താദ് നമ്മുടെ ഈ സദസ്സിൽ എത്തിച്ചേരും. അതിനു മുമ്പ് നാം പറഞ്ഞു വച്ച വിഷയത്തിൻ്റെ ബാക്കി സൂറത്തുൽ ബലദിൽ നിന്ന്
ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചായിരുന്നു. ആ അനുഗ്രഹങ്ങളെപ്പറ്റി മനുഷ്യൻ ഒന്ന് ചിന്തിച്ചുകൊണ്ട് അവയുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാനും കടമകൾ പാലിച്ചു ജീവിക്കാനും അല്ലാഹു നമ്മെ ഉണർത്തുകയാണ്. കണ്ണും കാതും ആശയവിനിമയത്തിനുള്ള സൗകര്യങ്ങളൊക്കെ തന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അവസാനമായി ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഫലഖ്തഹമൽ അഖബ. ഇതൊക്കെ നാം നൽകിയിട്ടും, ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ടും എന്തുകൊണ്ട് മനുഷ്യൻ കടമ്പ മുറിച്ച് കിടക്കുന്നില്ല? അഖബ ഒരുപാട് വിശദീകരണങ്ങളുള്ള ഒരു പദമാണത്. ഒരുപാട് കടമ്പകൾ നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് മനുഷ്യൻ അത് മുറിച്ചു കടക്കുന്നില്ല? എങ്ങനെ ആ കടമ്പകൾ മുറിച്ചു കടക്കണം എന്നറിയാനാണ് നമ്മൾ അവന് ഭംഗിയുള്ള അവയവങ്ങൾ നൽകിയത്. വമാ അദ്റാക മൽ അഖബ. ആ കടമ്പ മുറിച്ചു കടക്കേണ്ടത് എങ്ങനെയാണ് എന്ന് തങ്ങൾക്ക് അറിയിച്ച കാര്യം എന്തൊക്കെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹു ഉത്തരം പറയുന്നു. ഫക്കു റഖബ. മുന്നിൽ വരാനിരിക്കുന്ന കടമ്പ നമ്മൾ കേട്ടിട്ടും അറിഞ്ഞിട്ടും മാത്രമേ ഉള്ളൂ. അതെല്ലാം മുറിച്ചു കടക്കണം. കടക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. പാരത്രിക ലോകത്തെ ഒരുപാട് പ്രയാസമുള്ള ഘട്ടങ്ങളെ സംബന്ധിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച ഒരു പ്രയോഗം അഖബ. ജീവിതത്തിന്റെ അവസാനത്തിലെ നമ്മുടെ ജയപരാജയം കണക്കാക്കുന്ന മരണം, അതൊരു വലിയ കടമ്പയാണ്. അതിനുശേഷമുള്ള ഓരോ സംഗതികളും മുന്നിൽ വരാനിരിക്കുന്ന പ്രതിസന്ധി പൂർണമായ കടമ്പകളാണ്. അത് മുഴുവനും ഈ ദുനിയാവിൽ വെച്ച് മുറിച്ചു കടക്കാൻ, വിട്ടുകടക്കാൻ പറ്റിയ മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് തെരഞ്ഞെടുത്ത് ചെയ്യാൻ വേണ്ടിയാണ് കണ്ണും കാതും നല്ല ഭംഗിയുള്ള ആരോഗ്യമുള്ള അവയവങ്ങളൊക്കെ തന്നത്. ആദ്യമായിട്ട് ഫക്കു റഖബ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, റഖബത്ത് കെട്ടഴിക്കണം. അടിമമോചനം മാത്രമല്ല ആ ആയത്ത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടിമത്ത സമ്പ്രദായം ലോകത്ത് അവസാനിച്ചല്ലോ. അവസാനിപ്പിച്ചതും പരിശുദ്ധ ഇസ്ലാമാണ്. അടിമകളെ മോചിപ്പിക്കുന്നതിന് വലിയ പ്രതിഫലമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുള്ളത്. ആയിരക്കണക്കിന് അടിമകളെ ആയിരുന്നു സ്വഹാബത്ത് മോചിപ്പിച്ചിരുന്നത്. ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രായശ്ചിത്തം ചെയ്യുമ്പോഴും അടിമമോചനം അല്ലാഹു തആല ഒരു പദ്ധതിയാക്കി വെച്ചത് ആ സമ്പ്രദായം അവസാനിപ്പിക്കാനാണ്. സത്യം ചെയ്ത് പിഴച്ച ആള് അതിന് കഫാറത്ത് കൊടുക്കുമ്പോ അവിടെയും പറഞ്ഞു തഹരീറു റഖബത്തിൻ മുഅ്മിന. ലിഹാർ നടത്തിയിട്ട് സ്വന്തം ഇണയോട് അന്തിക ലഹരി ഉമ്മി, നീ എന്റെ ഉമ്മയെ പോലെയാണ് എന്ന പദപ്രയോഗങ്ങൾ നടത്തിയ ആൾക്ക് കഫാറത്തുണ്ട്. അവിടെയും കഫാറത്തിന്റെ മാർഗത്തിൽ തഹരീറു റഖബത്തിൻ മുഅ്മിന, വിശ്വാസിനിയായ അടിമയെ മോചിപ്പിക്കുക. ഇങ്ങനെ വിവിധ കാര്യങ്ങൾക്ക് അടിമത്വ മോചനം മാർഗമാക്കി വെച്ചത് അടിമ സമ്പ്രദായം എന്ന് പറയുന്നത് ലോകത്ത് അവസാനിപ്പിക്കാൻ വേണ്ടി വിശുദ്ധ ഇസ്ലാം കൊണ്ടുവന്ന പ്രക്രിയകളാണ്. പക്ഷെ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അടിമമോചനം മാത്രമല്ല,
മനുഷ്യന്റെ കുരുക്ക് അഴിക്കുക. ഫക്കു റഖബത്തിൻ എന്നതിന് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുക എന്ന നിലക്കൊരു വിവക്ഷയും കൂടിയുണ്ട്. പലതിലും കുടുങ്ങിയ ആളുകളുണ്ട്. കടത്തിൽ കുടുങ്ങിയ ആള്, അതുപോലെ തന്നെ രോഗം കൊണ്ട് കുടുങ്ങിയ ആള്, മാനസിക പ്രയാസം കൊണ്ട് വിഷമിക്കുന്ന ആള്, ഇങ്ങനെ വിവിധ തരം പ്രതിസന്ധികളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്. അവരതിൽ നിന്ന് കെട്ടയിച്ച് സ്വസ്ഥമാക്കി വിടുക. അത് മാത്രമല്ല, പരലോകത്തേക്ക് എത്താൻ കഴിയൂല. ഭൗതികതയുടെ ഭ്രാന്ത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹവ, ഭൗതിക പ്രേമം, അത് വേണ്ട. ഭൗതികത താൽക്കാലിക സുഖത്തിന് വേണ്ടി അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു വസീല മാത്രമാണ്, സുഖിക്കാൻ വേണ്ടിയല്ല ദുനിയാവ്. അങ്ങനെ ആരും കരുതരുത്. ഈ ദുനിയാവ് എന്നുള്ള ലോകം സുഖിക്കാനാണ് എന്ന് ആരും കരുതരുത്. സുഖവാസ കേന്ദ്രം വേറെയുണ്ട്. ദുനിയാവ് അത് അധ്വാനത്തിന്റെ ലോകമാണ്. പരീക്ഷണത്തിന്റെയും പരീക്ഷണത്തിൽ വിജയിക്കുന്നതിന്റെയും പരിശ്രമത്തിന്റെയും ഒക്കെ ലോകമാണ് ദുനിയാവ്. ദുനിയാവില് നല്ല സുഖജീവിതമാണ് എനിക്ക് കിട്ടിയത് എന്ന് പറയുന്ന ആള് പേടിക്കണം. മഹാന്മാരൊക്കെ വളരെ പേടിച്ചിരുന്നു അങ്ങനെ. ഈ ദുനിയാവിൽ എനിക്ക് നല്ല സുഖജീവിതമാണെന്ന് പറയുമ്പോ, സുഖജീവിതം മാത്രം അല്ലാഹു തആല ദുനിയാവിൽ കൊടുക്കുന്നൊരു വിഭാഗമുണ്ട്, അള്ളാഹുവെ തീരെ വിശ്വസിക്കാത്തൊരു വിഭാഗം. അവരെ നാളെ നരകത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിങ്ങനെ നിർത്തുമ്പോ, ഞങ്ങൾക്കിവിടെ വിജയത്തിന് മാർഗമൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോ മലക്കുകൾ അവരോട് പറയുന്നൊരു മറുപടി ഉണ്ട്, അദ്ഹബതും ത്വയ്യിബാതികും ഫീ ഹയാതികുമുദ് ദുനിയാ. നിങ്ങളുടെ സുഖസമൃദ്ധികളൊക്കെ ഭൗതിക ലോകത്ത് നിങ്ങൾ അടിച്ചു പൊളിച്ച് റെഡിയാക്കി നിങ്ങൾ ജീവിച്ചു. എന്തും കഴിക്കാം, ഏതിനെയും ഭോഗിക്കാം, എന്തു സുഖങ്ങളിലും ഏർപ്പെടാം. അങ്ങനെയല്ലേ ജീവിതം? അതുകൊണ്ടല്ലേ അവരെ ഭക്ഷണത്തെ പറ്റി, അവർ കഴിക്കുന്നതിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞത്, വല്ലദീന കഫറൂ യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം. ഏത് തിന്നണമെന്ന് ലിമിറ്റില്ലാത്ത ആളുകളാണ് നാൽക്കാലികൾ, അല്ലെ? അതുപോലെ ഭക്ഷണം കഴിക്കുന്നവരാണ് അല്ലദീന കഫറൂ, സത്യനിഷേധികൾ. ലിമിറ്റില്ല, ഇതേ കഴിക്കാൻ പാടുള്ളത് കഴിക്കാൻ പാടില്ല എന്നുണ്ടോ? ഏതും കഴിക്കാം, മുന്നിൽ കിട്ടുന്ന ഏതും കഴിക്കാം. അത് നായയാണെങ്കിലും ശരി, പന്നിയാണെങ്കിലും ശരി, ഇനി പൂച്ചയാണെങ്കിലും ഏതാണെങ്കിലും കഴിക്കാം, ഏതും കഴിക്കും. ചില ആൾക്കാരൊക്കെ നമ്മളെ കൂട്ടത്തില്, ചില ആൾക്കാർ ചിലപ്പം പറയും അറിവിന്റെ കുറവുണ്ട്. മുമ്പൊരാൾ പറഞ്ഞു പൂച്ച, വീട്ടിലെ പൂച്ച ചത്തു എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ പറഞ്ഞു പൂച്ച ചത്തെങ്കിൽ എന്നാ വെറുതെ ആക്കണ്ട, അപ്പുറത്ത് പൂച്ചനെ തിന്നുന്ന ഒരു കുടുംബം ഉണ്ട്, അവർക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റൂല. നമ്മളോട് പൂച്ചനെ ഭക്ഷിക്കരുത് എന്ന കൽപ്പനയുള്ളതുപോലെ അവരോടും കൽപ്പനയുണ്ട്, ഭക്ഷിക്കരുത്. നമ്മുടെ വീട്ടിലെ കാവലിന് വേണ്ടി ഒരു നായനെ വളർത്തുന്ന കുട്ടികൾ, കാവലിന് നായനെ വളർത്താലോ, തെറ്റൊന്നുമില്ല. വീട് കാക്കാനേ എന്നെ മടിയിരുത്തി താലോലിക്കണം എന്നല്ല പറഞ്ഞേ. വീടിന്റെ കാവലിന് വേണ്ടി നായനെ വളർത്തുന്നതിന് വിരോധമൊന്നുമില്ല. ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം, അതിന് താമസിക്കാനുള്ള കൂടൊക്കെ വേണം. അതിനെ തോളിട്ട് നടക്കാനൊന്നും പറ്റൂല, അത് വേറെ. അപ്പൊ ആ നായനെ കാവലിന് നിർത്തുന്ന ഒരു നായനെ, അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. വീട്ടിന്റെ മുന്നിൽ ഒരു നായ കാവലിനുണ്ട്, അപ്പുറയിൽ നായ ഉണ്ട്, അങ്ങോട്ട് കയറാൻ പറ്റില്ല, അങ്ങനൊന്നുമില്ല. അതാ വീടിന് കാവലാണ്. കൃഷിക്ക് നായനെ കാവൽ നിർത്തലുണ്ട്, മൃഗങ്ങൾക്ക് ആടിനെ ഒട്ടകത്തിനെ കൂടെ കൊണ്ടുപോയി മേയ്ക്കുന്നതിന് നായനെ വിടലുണ്ട്. അങ്ങനത്തെ സ്വഭാവമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തിനെയും നായനെയും ആടുകളെയൊക്കെ കാത്തിരുന്നത് 10-12 നായകളായിരുന്നു. നായകൾ രാവിലെ അങ്ങോട്ട് കൊണ്ടുപോകും, വൈകുന്നേരം ഇങ്ങോട്ട് കൊണ്ടുവരും. ഈ മൃഗങ്ങൾ ഏതെങ്കിലും ഒരു ജീവി പിടിക്കാൻ വേണ്ടി വന്ന ഒറ്റ കുറച്ചൊരു ചാട്ടാണ്, അവരെ ഓടിക്കും. ഇങ്ങനെ കൃത്യമായി കൊണ്ടുവരും ചെയ്യും. ആ നായകളെ കഴുത്തിലൊക്കെ ഓരോ കഴുത്തിന്റെയും കഴുത്തിൽ സ്വർണത്തിന്റെ ചെയിൻ ഉണ്ടായിരുന്നു എന്നാണ്. അവരെ ദുന്യാവിന്റെ വിലയാണ്, മനസ്സിലായില്ലേ? നായന്റെ കഴുത്തിൽ സ്വർണത്തിന്റെ മാല ചെയിന് ഉണ്ടായിരുന്നു. അത്രേ അവര് കണ്ടിട്ടുള്ളൂ എന്നർത്ഥം. നമുക്കല്ലേ ഇപ്പൊ അത് വലിയ വിരാന്തായി തോന്നുന്നത്. ഒരു കുട്ടിന്റെ കയ്യിലുള്ള ഒരു മോതിരൊക്കെ കളഞ്ഞു പോയാല് ബാപ്പിയമ്മയും സങ്കടപ്പെട്ട് ഒരാഴ്ച ഉറക്കു വെച്ചിരിക്കുകയാണ്. എന്താ വിഷമം? എവിടെങ്കിലും പരിക്കുന്നേ പറ്റും? ഇല്ല, ഒരു സ്വർണ്ണമോതിരം 1 ഗ്രാം തികയൂല, അത് വീണുപോയി, എന്റെ സങ്കടം തീർത്താ തീരുന്നില്ല. അത് നമ്മക്കല്ലേ. അവരെ അമ്പിയായിന്റെ കാഴ്ചപ്പാടിൽ ദുന്യാവ് അത്രേ ഉള്ളൂ.
അപ്പൊ സഹോദരങ്ങളെ, ഈ നായനെ നമ്മളെ വീട്ടിൽ വളർത്തുന്ന ആ നായ, കൃഷിക്ക് വേണ്ടിയോ കാവലിന് വേണ്ടിയോ വളർത്തുന്ന നായ ചത്തുപോയി. എന്താ വേണ്ടത്? ഒരു കുഴി കുഴിച്ച്, ആയത്തിലുള്ള ഒരു കുഴി കുഴിച്ച് അതിനാ കുഴിയിലേക്ക് മറവ് ചെയ്യണം, എവിടെയെങ്കിലും ഒരു ഭാഗത്ത്. അപ്പൊ ഒരു കൂട്ടർ പറയണം, അല്ല നായനെ തിന്നുന്ന ഒരു കൂട്ടർ അപ്പുറത്തുണ്ട്, കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അതാർക്കും സപ്ലൈ ചെയ്യാൻ പറ്റൂല. നമ്മളോട് ഭക്ഷിക്കരുത് എന്ന കൽപ്പനയുള്ളതുപോലെ അതേ കൽപ്പന അവർക്കും ബാധകമാണ്. എന്താണ് ഭക്ഷിക്കേണ്ടത് എന്ന് ലിമിറ്റില്ലാതെ ഭക്ഷിക്കുന്ന ഒരു കൂട്ടരാണ് അവര്. എല്ലാ സുഖങ്ങളിലും ഏർപ്പെടുന്നു. അവരോട് മലക്കുകൾ പറയും, അദ്ഹബതും ത്വയ്യിബാതികും ഫീ ഹയാതികുമുദ് ദുനിയാ വസ്തംതഅതും ബിഹാ. അടിച്ച് പൊളിച്ച് സുഖിച്ച് എല്ലാ സമൃദ്ധികളും ദുനിയാവിൽ ആസ്വദിച്ചു. കുടിക്കാത്ത മയക്കുവസ്തുവില്ല, സുഖിക്കാത്ത ഭോഗങ്ങളില്ല, എവിടെയും കയറി സുഖിക്കും. അവർക്ക് ഉമ്മയും കണക്കാ, പെങ്ങളും കണക്കാണ്, അയൽവാസിയും കണക്കാ, എല്ലാവരും കണക്കാണ്, വ്യത്യസ്തതയില്ല. വിശ്വസിക്കാത്ത വിഭാഗത്തിന് എല്ലാവരും ഒരുപോലെയാണ്, ആരും വ്യത്യാസമല്ല. സ്വന്തം പെങ്ങള് പോലും മാറ്റല്ല. അങ്ങനെ ലിമിറ്റില്ലാതെ സുഖിച്ച് ജീവിക്കുന്ന സുഖജീവിതം അത് വിശ്വാസിക്കില്ല. വിശ്വാസിയുടെ സുഖജീവിതത്തിന്റെ കേന്ദ്രം ഒരിക്കലും ദുനിയാവല്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ പണ്ടക്കും പഠിച്ചൊരു ഹദീസ് ഉണ്ട്, അത് മറന്നുപോയെന്നറിയില്ല. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ദുനിയാവ് വിശ്വാസിയുടെ സിജിൻ, ജയിലാണ്, ജയിലറയാണ്. ഒരു ജയിലിന്റെ ഉള്ളിൽ എത്ര നിയമമുണ്ട് അല്ലേ? ലിമിറ്റ് ഭക്ഷണം, കറക്റ്റ് ഉറക്കം, അതുപോലെ തന്നെ ഓരോ അധ്വാനങ്ങൾ, ഓരോ പണികള്. ഇപ്പൊ ജോലിയൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ജയിലില് ജോലിയൊക്കെ ഉണ്ട്. വിവിധ തൊഴിൽ പഠിക്കണം, കൃത്യസമയത്ത് കയറണം, അവിടെ മാർക്ക് ചെയ്യണം, ഒപ്പിടണം, ഓരോന്നും കൃത്യസമയത്ത് നിർവഹിക്കണം. ഭക്ഷണം എത്ര കൃത്യമായിട്ട് കിട്ടും, ഏറെ ചോദിച്ചാൽ ഒന്നുകൂടി ഒന്ന് നോക്കും, പിന്നെ തിരിച്ച് വെള്ളം കുടിച്ച് തിരിച്ചു പോവുക. അങ്ങനെയുള്ള ഓരോ സമ്പ്രദായങ്ങളാണ്. ഓരോന്നിനും പരിധിയും പരിമിതിയുണ്ട്. അതാണ് സിജിനുൽ മുഅ്മിൻ, മുഅ്മിന്റെ ജയിലാണ്. എല്ലാം അങ്ങോട്ട് ചെയ്യാൻ പറ്റൂല, എല്ലാം അങ്ങോട്ട് കുടിക്കാൻ പറ്റൂല, എല്ലാം അങ്ങോട്ട് ഭക്ഷിക്കാൻ പറ്റൂല. പരിധിയുണ്ട്, ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. വജന്നത്തുൽ കാഫിരി, സത്യനിഷേധിയുടെ സ്വർഗലോകമാണ് ദുനിയാവ്. അവൻ എന്തു ആകാം, ഏതു ആകാം, എങ്ങനെയാകാം, ഒരു പ്രശ്നമില്ല, ഒരു വിഷയവുമില്ല. ആരും അവനോട് ചോദിക്കാനോ എതിർക്കാനോ തടയാനോ വരൂല. അപ്പൊ അങ്ങനെ സുഖ കേന്ദ്രമാണ്, സുഖവാസ കേന്ദ്രമാണ് ദുനിയാവ് എന്ന് ആരും സുഖം. അതിനാണ് ആഖിറത്തിലേക്കുള്ള അധ്വാനത്തിനാണ് അല്ലാഹു തആല ഈ ആയുസ്സും ഈ ആഫിയത്തും ഈ സുഖസൗകര്യങ്ങളൊക്കെ തരുന്നത്. അള്ളാഹു നമുക്ക് നല്ല വണ്ണം ഇബാദത്തിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അതിനാണ് ദുനിയാവിനെ കാണേണ്ടത്. മറ്റുള്ളതൊക്കെ ഓരോന്നിനും ഓരോ ലിമിറ്റായി പോയി. എല്ലാം നമുക്ക് പറ്റൂല, എല്ലാ സ്ഥലത്തേക്കും നമുക്ക് പോകാൻ പറ്റൂല. അങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റൂല, തടസ്സമുണ്ട്. എന്താ അങ്ങോട്ട് പോകുന്നതിന് തടസ്സം? അവിടെ എനിക്ക് ഭക്ഷിക്കാൻ പറ്റാത്തതും കുടിക്കാൻ പറ്റാത്തതും പലതും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനും ഭക്ഷിക്കേണ്ടി വരും, കുടിക്കേണ്ടി വരും, കാണേണ്ടി വരും. ഞാൻ അങ്ങോട്ടില്ല. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അപ്പൊ ഈ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യന്, വിശ്വാസിയുടെ മുന്നിൽ ഒരുപാട് കടമ്പകളുണ്ട്. ആ കടമ്പകളെ കെട്ടയിക്കൽ നമുക്കൊക്കെ ബാധ്യതയാണ്. അതിനാണ് അല്ലാഹു തആല ശരീരത്തിലെ അവയവങ്ങളൊക്കെ സൗന്ദര്യപൂർവ്വം വെച്ച് തന്നത്. അലം നജഅൽ ലഹു ഐനൈനി ഒക്കെ പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ഫലഖ്തഹമൽ അഖബ. എന്തുകൊണ്ട് മനുഷ്യൻ കടമ്പ വിട്ട് കിടക്കുന്നില്ല? എന്താണ് കടമ്പ മുറിച്ചു കടക്കാത്തത്? എങ്ങനെയാണ് മുറിച്ചു കടക്കേണ്ടത്? ഫക്കു റഖബ. പ്രയാസങ്ങളിൽ കഴിയുന്ന ആളുകളുടെ കുരുക്കഴിച്ചു കൊടുക്കുക. അടിമമോചനം അതിന്റെ ഒരു വിവക്ഷ തന്നെയാണ്. അതുള്ള സമയത്ത് നന്നായി നടത്തിയിരുന്നു. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ. അല്ലെങ്കിലോ പട്ടിണിയുള്ള ദിവസത്തിൽ ഭക്ഷണം കൊടുക്കുക. പട്ടിണിയുള്ള കുറച്ച് നാൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയി, മറന്നോ? കുറെ ആളുകൾ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെട്ടു, ജോലിയില്ലാതെ തടസ്സപ്പെട്ട് കുറെ ആളുകൾ മാസങ്ങളോളം കഴിഞ്ഞുകൂടി. ജോലിയില്ലാതെ വീട്ടിൽ കഴിയുന്ന ആളുകളുടെ സമ്പാദ്യം തീർന്നുപോയി.
വിദേശത്ത് നടക്കം വന്ന ആളുകൾ ബുദ്ധിമുട്ടിലായി പോയി. അവർക്കൊക്കെ നല്ലവണ്ണം ഭക്ഷ്യവസ്തുക്കൾ കൊടുത്ത് സഹായിക്കുക. എപ്പോഴും കൊടുക്കുന്നതിനേക്കാൾ പട്ടിണിയും വരൾച്ചയും വരുമ്പോൾ കൊടുക്കുന്നതിന് പ്രാധാന്യമുണ്ട്. ഭക്ഷണം കൊടുക്കുക. പട്ടിണി വരുന്ന ദിവസങ്ങളിൽ ആർക്കാണ് ആദ്യം കൊടുക്കാൻ മുൻഗണന നൽകുന്നത്? അടുത്ത ബന്ധുവായ അനാഥക്ക്. അടുത്ത ബന്ധു എന്ന നിലക്ക് പരിഗണന ഏറെയുണ്ട്. അനാഥ എന്ന അർത്ഥത്തിലും വലിയ പരിഗണനയുണ്ട്. സമൂഹത്തിൽ ഏറ്റവും വലിയ ഗ്രേഡുള്ള ആളാണ് യതീം. ബാപ്പ മരണപ്പെട്ടു പോയി പ്രായം തികയാത്ത കുട്ടികൾ, അവരെ സംരക്ഷിച്ചെടുക്കൽ സമൂഹത്തിന്റെ ബാധ്യതയാണ്. യതീമൻ ദാ മഖ്റബ. അടുത്ത ബന്ധു എന്നുള്ളതൊരു നിബന്ധനയല്ല. കൂട്ടത്തിൽ അള്ളാഹു അങ്ങനെ ഒന്ന് പറഞ്ഞു എന്നാണ് ഫസ്റ്റ് ഗ്രേഡ് എന്നുള്ള നിലക്ക് യതീമിനെ പരിഗണിക്കണം. ആ യതീമ് തന്നെ സ്വന്തക്കാരായ യതീമുണ്ടെങ്കിൽ അവനാണ് മുൻഗണന കൊടുക്കേണ്ടത്. സ്വന്തക്കാരനായിട്ടൊരു യതീം വന്നാൽ ആ യതീമിനെ പരിപാലിക്കാൻ കഴിവുള്ള ആളുകൾ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ യതീമിനെ പോറ്റിയിട്ട് വളർത്തിയിട്ട് സ്വർഗം പ്രാപിക്കണം. യതീമിനെ നോക്കിയിട്ട് അവന് സംഭാവനയും സംരക്ഷണവും കൊടുത്തിട്ട് സ്വർഗം വാങ്ങണം. യതീമന്റെ കുടുംബത്തിൽ അല്ലാഹു നൽകിയത് എനിക്ക് സ്വർഗത്തിനുള്ളൊരു വകയാണെന്ന് കണക്കാക്കണം. യതീം സ്നേഹത്തോടെ സന്തോഷത്തോടെ താമസിക്കുന്ന വീടാണ് മുസ്ലിങ്ങളെ വീടുകളിൽ വെച്ച് ഏറ്റവും നല്ല വീടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യതീം സുഖത്തോടെ കഴിയുന്നൊരു വീട്. യതീം ആരുമല്ല, സ്വന്തം മോളെ കുട്ടിയാണ്. സ്വന്തം മകളുടെ ഭർത്താവ് മരണപ്പെട്ടുപോയി. ഇപ്പോൾ മകളെ ബാപ്പ ആ കുട്ടിയെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ബാപ്പക്ക് ആ കുടുംബത്തിന് സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു തആല വെച്ചിരിക്കുന്ന ഒരു നിമിത്തമാണ് ആ യതീം. പോറ്റാനുള്ള കഴിവുണ്ടോ എന്നാ ഇവിടെ തന്നെ വളർത്തണം. അല്ലെങ്കിൽ നമുക്ക് വേറെ യതീംഖാനയിലേക്ക് മറ്റൊക്കെ ചേർക്കാം. ആരാന്റെ മക്കളെ യതീമുകളെ പോറ്റുന്നതിന്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ, യതീം കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് പോറ്റി വളർത്തിയിട്ട് ഒരു പഠനത്തിന്റെ അങ്ങേയറ്റം വരെ എത്തിക്കുന്നതിന്റെ പോരിശൊന്ന് ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ. ചെറിയ മഹത്താണോ യതീമിനെ പോറ്റുന്നത്? യതീമിനെ പരിഗണിക്കണം. യതീമിനെ പരിഗണിക്കുന്ന ഒരാള് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ വലിയ ബന്ധമുള്ള മഹബ്ബത്തുള്ള ആളാണ്. കാരണം തങ്ങൾ വളർന്നത് യതീമായിട്ടാണ്. സ്വന്തം ഉപ്പയെ കാണാതെ വളർന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഗുണവിശേഷണമുണ്ട് ഒരു യതീമിൽ. അതുകൊണ്ട് ഏത് യതീമിന്റെ തലയിൽ തലോടുന്ന മനുഷ്യനും എത്ര കൈവിരലിന്റെ ഉള്ളിൽ എത്ര രോമങ്ങളാണോ മുടിയാണോ കുടുങ്ങിയത്, ആ മുടിയുടെ കണക്കനുസരിച്ച് അല്ലാഹു പാപം പുറത്തു കൊടുക്കും. ആഖിറത്തിൽ അല്ലാഹു ദർജയേറ്റി കൊടുക്കും. മനസ്സിന്റെ കട്ടി അല്ലാഹു തആല കുറച്ചു കൊടുക്കും. ദുനിയാവിൽ പ്രശ്നങ്ങൾ വിഷമങ്ങൾ അല്ലാഹു പരിഹാരം ചെയ്തു കൊടുക്കും. നബിയെ, എന്റെ മനസ്സിന് വല്ലാത്ത കട്ടി തോന്നുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ട് എനിക്ക് എന്നെ കൊണ്ട് ആകുന്നില്ല, എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു വന്ന ഒരാളോട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മരുന്ന്, ഒരു യതീമിനെ നീ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കാൻ കഴിയുമോ? നിന്റെ കൂടെ നിർത്തിയിട്ട് ഒരു യതീമിനെ പരിപാലിക്കാൻ കഴിയുമോ? നിന്റെ മനസ്സ് അല്ലാഹു ലോലമാക്കി തരും. മനസ്സിന്റെ കസുവത്ത്, അതിന്റെ കടുപ്പം, അതിന്റെ കട്ടിയൊക്കെ മാറിക്കിട്ടും. സഹോദരങ്ങളെ, ഒരു യതീമിനെ കാണുമ്പോ, ബാപ്പ ഇല്ലാതെ ജീവിക്കുന്ന കുട്ടിയെ കാണുമ്പോ നല്ലൊരു ബഹുമാനം ആ കുട്ടിക്ക് കൊടുക്കണം. നമ്മെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമോ ആ കുട്ടിക്ക് കൊടുക്കണം. കൊടുക്കാൻ അല്ലാഹു നിർദ്ദേശിച്ച വിഭാഗങ്ങളിൽ എപ്പോഴും മുന്തിച്ചു പറയുന്ന വിഭാഗമാണ് അനാഥർ. അതിനുശേഷം പറയുന്നു അഗതികൾ. രണ്ടു കൂട്ടരും സമൂഹത്തിൽ ഗ്രേഡുള്ളവരാണ്. കുടുംബത്തിൽ യതീമുകളുണ്ടോ?
തള്ളി മാറ്റിയേക്കരുത്. നമ്മളതിനെ പോറ്റാൻ മുൻപന്തിയിൽ വരണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചിത്രം ദുനിയാവിൽ സ്വഹാബത്തിന് പകർത്തി കൊടുത്തപ്പോ തങ്ങൾ പറഞ്ഞു, നാളെ ഞാൻ സ്വർഗത്തിന്റെ അല്ലാഹു എന്റെ കയ്യിൽ തന്ന് ഞാനത് തുറക്കുമ്പോ മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോല് നമ്മുടെ നേതാവിന്റെ കയ്യിലാണ് അല്ലാഹു ഏൽപ്പിക്കുന്നത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിലാണ് സ്വർഗത്തിന്റെ താക്കോല് കൊടുക്കുന്നത്, വേറെ ആരെയും കയ്യിലല്ല. ആ താക്കോലും പിടിച്ച് ഞാനിങ്ങനെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോ അമ്പിയാക്കളും മറ്റൊക്കെ ഉണ്ട്, പരിസരങ്ങളിലുണ്ട്. ഒരു പെണ്ണ്, അള്ളാഹു എനിക്ക് ആ ചിത്രം കാണിച്ചു തന്ന ഒരു പെണ്ണ് തിക്കും തിരക്കും കൂട്ടി അമ്പിയാക്കൾക്കിടയിലൂടെ വന്ന് എങ്ങനെയോ എന്റെ അടുത്തന്നെ കാണുന്ന അടുത്ത് ആ പെണ്ണെത്തിയിട്ടുണ്ട്. ആ പെണ്ണിങ്ങനെ തിരക്ക് കൂട്ടുമ്പോ ഞാൻ ചോദിക്കുന്നു, എന്താ പെണ്ണെ എത്ര തിരക്ക് കൂട്ടുന്നത്? ആ പെണ്ണ് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ ആരാന്നറിയോ? ഞാൻ 4 യതീമുകളെ എന്റെ സ്വന്തം അധ്വാനം കൊണ്ട് പോറ്റി വളർത്തിയൊരു പെണ്ണാണ്. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറണം, സ്വർഗത്തിലേക്ക് എനിക്ക് വേഗം കയറണം, അതിനുള്ള വ്യഗ്രതയാണ്. എന്റെ ഭർത്താവ് കുട്ടിക്കാലത്ത് ഈ മക്കളുടെ ഒന്നും തെമ്മീസിന് വരെ കാത്തു നിൽക്കാതെ, പ്രായപൂർത്തിക്ക് സമയമാകാതെ എന്റെ ഭർത്താവ് വിട വാങ്ങിയപ്പോ പല അന്വേഷണങ്ങളും എനിക്ക് വന്നു. വിവാഹാന്വേഷണം ഒന്നും ഞാൻ സ്വീകരിച്ചില്ല. എന്റെ യതീമുകളെ ഓർത്തിട്ട്, എന്റെ കുട്ടികളെ ഓർത്തിട്ട് ഞാൻ അവരെ പരിപാലിച്ചു, പോറ്റി വളർത്തി, അവർക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചു, അവരെ പഠനം ഞാൻ സുഗമമാക്കി കൊടുത്തു, അവരെ ഒരു സ്ഥാനത്തെത്തിക്കുന്നത് വരെ നിരന്തരമായി ഞാൻ അധ്വാനിച്ചു. എനിക്ക് വേഗം സ്വർഗത്തിലേക്ക് കയറണം. ഒരു പെണ്ണ് വന്ന് തിരക്ക് കൂട്ടുന്നു. ആ പെണ്ണിന് അല്ലാഹു കൊടുത്ത യോഗ്യത യതീമുകളെ പോറ്റി വളർത്തി എന്നാണ്. സഹോദരങ്ങളെ, അങ്ങനെ കിട്ടുന്ന എത്ര സഹോദരിമാരുണ്ട്, ഒരുപാടുണ്ട്. എത്ര വല്യപ്പമാരുണ്ട്, എത്ര സഹോദരങ്ങളുണ്ട് നമ്മുടെ നാട്ടില്, ഒരുപാടുണ്ട്. എന്റെ പരിചയത്തിൽ ഒരു സഹോദരനുണ്ട്, സ്വന്തം ജേട്ടന് 5 മക്കളുണ്ട്. അതിൽ ഒരു കുട്ടിക്ക് പ്രായപൂർത്തി എത്താൻ ഏകദേശം സമയം അടുത്തപ്പോഴേക്ക് ഉപ്പ മരണപ്പെട്ടു. ആ ജേട്ടന്റെ 5 മക്കളെയും അനുജൻ, നേരെ സഹോദരൻ പോറ്റി വളർത്തുന്നത്, ഭക്ഷണം കൊടുത്ത്, വിദ്യാഭ്യാസം കൊടുത്ത്, ഒരു കിടപ്പാടല്ലായിരുന്നു, ഒരു വീട് കെട്ടിക്കൊടുത്ത് സംരക്ഷണം കൊടുത്തത് ആ സഹോദരനാണ്. സ്വർഗാണ് ആ കയ്യിൽ വാങ്ങുന്നത്. ഒന്ന് കണക്കൂട്ടി നോക്കൂ. 1000കണക്കിന് അനാഥ മക്കളെ പോറ്റി വളർത്തുന്ന ഉസ്താദുമാർ, വിശിഷ്യ വന്യരായ ശൈഖുനാ സുൽത്താനുൽ ഉലമ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എത്ര യതീമുകളെയാണ് സഹോദരങ്ങളെ പോറ്റി വളർത്തിയത്. യതീമിന്റെ പ്രായം കൊണ്ട് കഴിഞ്ഞാൽ തസ്തിക മാറ്റും, സെക്ഷൻ മാറ്റും, വേറെ. പിന്നെ യതീമിന്റെ ചെലവ് കൊടുക്കാൻ പറ്റൂല. ഉസ്താദ് പറയും, യതീംഖാനയിലേക്ക് കിട്ടുന്ന വരുമാനം ശരീഅത്ത് കോളേജിലേക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു. യതീംഖാനയിലേക്ക് നേർച്ചകൾ അത്രയും വരുന്നുണ്ട്, പക്ഷെ അത് വകമാറി കൊടുക്കാൻ പറ്റൂലല്ലോ, അത് അവിടെ തന്നെ ചെലവഴിക്കണ്ടേ. യതീംഖാനയിലേക്ക് വന്ന നേർച്ചയാണ്, അവിടെ ഒരു കടമില്ല, ഒരു പ്രശ്നവുമില്ല, അവിടെ ബാലൻസ് ആണ്. പക്ഷെ ഇപ്പുറത്ത് ശരീഅത്ത് കോളേജിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി മക്കൾ പഠിക്കുന്നുണ്ട്, അവർക്ക് അത്രയും കിട്ടുന്നില്ല, കുറെ കടങ്ങളും മറ്റൊക്കെ ആയിട്ട് അങ്ങനെ നീങ്ങുകയാണ്. നമ്മളൊക്കെ സഹായിക്കണം, പിന്തുണയേകണം. അല്ലാഹുവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എത്ര യതീമുകൾ വളർന്നു, എത്ര കുട്ടികൾ വിദ്യാസമ്പന്നരായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു, സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ പറയും, ഞാൻ യതീമായ കാലത്ത് പഠിച്ചത് അവിടെയാണ്, എന്നെ പോറ്റി വളർത്തിയത് ഉസ്താദാണ്, എനിക്ക് ഭക്ഷണം നൽകിയത്, വസ്ത്രം നൽകിയത്, വീട്ടിലേക്ക് പോകുമ്പോ 5 പൈസ കയ്യിലില്ലാത്ത എന്റെ കയ്യില് വണ്ടിക്കൂലി വരെ വെച്ച് തന്നത് ഉസ്താദാണ്. പറയൂലേ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷികളായിട്ട് 1-2 ആണോ ഉള്ളത്? എത്ര വർഷങ്ങളായി ഇപ്പോഴും വിശ്രമിക്കാത്ത അധ്വാനമാണ്. അള്ളാഹുടത്തേക്ക് ആഫിയത്തേറ്റി കൊടുക്കട്ടെ, ദീർഘായുസ് അള്ളാഹു നൽകുമാറാകട്ടെ, ഓരോ കാര്യങ്ങളും അള്ളാഹു ഫത്ഹാക്കി കൊടുക്കട്ടെ. എന്തൊരു സന്തോഷാണ് ഒരു യതീംകുട്ടിയെ കാണുമ്പോ എന്നറിയും. ഒരു യതീംകുട്ടിയെ കാണുമ്പോ എന്തൊരു സന്തോഷാണ്. അതിനടുത്തേക്കൊന്ന് അണച്ചുകൂട്ടിയിട്ട് തലയിൽ കൈവച്ചുകൊണ്ട് ദ്വാരന്ന് കൊടുക്കും. യതീമിനോടുള്ള ഒരു ബഹുമാനം,
ചെറുതല്ല അത്. ഖുർആൻ എണ്ണി പറഞ്ഞതാണ് യതീമൻ ദാ മഖ്റബ. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ മറക്കരുത്. നമ്മളെ കുടുംബത്തിൽ ഒരു യതീമിനെ തന്നിട്ട് പോറ്റാനൊക്കെ കഴിവ് അല്ലാഹു നമുക്ക് തന്നു. ഓരോ വർഷവും ലക്ഷങ്ങൾ നമുക്ക് മിച്ചം ബാക്കിയുണ്ട്. ഒരു യതീമിനെ നമ്മൾ അണ്ടറിൽ പോറ്റാൻ പറ്റുമോ? പോറ്റിയിട്ട് സ്വർഗം വാങ്ങണം, പോറ്റി വളർത്തിയിട്ട് സ്വർഗം വാങ്ങണം. യതീമിന്റെ പൊസിഷൻ കഴിയുന്നത് വരെ ചെലവും കാര്യങ്ങളും കൊടുത്തിട്ട് വളർത്തണം. വളർത്തിയിട്ട് എല്ലാ ചെലവും വഹിച്ചിട്ട് ഒരു യതീമിനെ പോറ്റിയതിന്റെ പേരിൽ സന്തോഷം നമ്മളെ കൽബിലുണ്ടാകണം. അതൊരു കടമ്പ മുറിച്ചു കടക്കാനുള്ള വലിയൊരു മാർഗമാണ്. ചെലവയ്യേണ്ടി വരും. അതിനാണ് അള്ളാഹു തന്നിരിക്കുന്നത്. കൂട്ടിവെക്കാൻ തന്നതല്ല, വ്യത്യസ്ത മാർഗങ്ങളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല തന്നിരിക്കുന്നത്. രണ്ടെണ്ണം അള്ളാഹു പഠിച്ചിരിക്കുന്നത് പരീക്ഷണമായിട്ടാണ്. ഏതാ രണ്ടെണ്ണം? ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. 2 പ്രാവശ്യമാണ് ഖുർആൻ എണ്ണി പറഞ്ഞത്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങൾക്ക് നൽകിയ സമ്പത്തും നിങ്ങൾക്ക് നൽകിയ സന്താനങ്ങളും രണ്ടും പരീക്ഷണമാണ്, വിജയിച്ചു കയറണം. പരിശോധനക്ക് തന്നതാണ്. സമ്മതത്തിന്റെ അംഗീകാരത്തിന്റെ അടയാളമല്ല. മനസ്സിലായില്ലേ? നമ്മൾ അള്ളാഹു അംഗീകരിച്ചു എന്നുള്ളതിന്റെ അടയാളമല്ല. സമ്പത്തും സന്താനങ്ങളും പരീക്ഷണത്തിന് തന്നതാണ്, വിജയിച്ചു കയറണം. പലർക്കും കൊടുക്കേണ്ട വകുപ്പ് അതിലുണ്ട്. അവർക്കൊക്കെ കൊടുക്കണം, കണ്ടറിഞ്ഞു കൊടുക്കണം. നമ്മളെ നാട്ടിലെ നമ്മളെ കുട്ടികളൊക്കെ പെരുന്നാളിന് വസ്ത്രം തണിഞ്ഞ് പള്ളിയിലേക്ക് വരുമ്പോ നമ്മുടെ നേരെ അയൽപക്കത്ത് അല്ലെങ്കിൽ നാട്ടിലേതെങ്കിലും ഒരു ഭാഗത്ത് വസ്ത്രം വാങ്ങാൻ കഴിവില്ലാത്ത പാവപ്പെട്ട ഒരു യതീം മക്കൾ താമസിക്കുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ നമ്മളെ കണ്ണിൽ ആദ്യം വരേണ്ടത് അതാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, അവർക്കൊരു ഡ്രസ്സ്. അപ്പൊ ആ കുട്ടി പെരുന്നാളിന്റെ തലേന്ന് നമ്മൾ പോയി അന്വേഷിക്കുമ്പോ വസ്ത്രമൊക്കെ വാങ്ങിയോ? ഇല്ല, കഴിഞ്ഞ പെരുന്നാങ്ങിയത് ഉണ്ട്, അത് പതുക്കെ ഒന്ന് തേച്ച് മിനുക്കി ഉജാലൊക്കെ മുക്കി റെഡിയാക്കി അതന്നെ ഇടാന്നുള്ളതാണ് നിയ്യത്ത് എന്ന് പറയുമ്പോഴേക്ക് നമ്മളെ മനസ്സിൽ വരുന്ന പ്രയാസം ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. നമ്മുടെ വീട്ടിലെ മക്കൾ, അവർക്ക് കഴിഞ്ഞ പെരുന്നാൾ കഴിഞ്ഞിട്ട് ശേഷം 1-2 കല്യാണങ്ങൾക്ക് വേറെ പുതിയത് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ കുടുംബത്തിന് വകുപ്പില്ലാത്തതുകൊണ്ട്, വകയില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ പെരുന്നാളിന് വാങ്ങിയ തന്നെയാണ് അലക്കി മുക്കി റെഡിയാക്കി വീണ്ടിടുന്നത്. അവർക്കൊരു പുതുവസ്ത്രം, നമ്മുടെ കുട്ടിക്ക് ധരിപ്പിച്ച ഒരു പുതുവസ്ത്രത്തിനെ പോലൊരു പുതുവസ്ത്രം. ആ കുട്ടിന്റെ ചെരുപ്പ് ഇങ്ങനെ നോക്കുമ്പോ എല്ലാ വാറും അറ്റ്, ഇനി അത് തേയാൻ ബാക്കിയില്ല, അങ്ങനെയാ നടക്കുന്നത്. ഒരു ചെരുപ്പ് അതിന് വാങ്ങിക്കൊടുത്താൽ, പഠനത്തിന് അതിന് സഹായം ചെയ്തു കൊടുത്താൽ ഒന്നും വെറുതെ ആകൂല. മഹാന്മാര് യതീമുകളെ പോറ്റി വളർത്തിയ മുഖങ്ങളൊക്കെ അങ്ങനെയല്ലേ? താവടിയായിട്ട് അനാഥകളെ നോക്കിയത് അങ്ങനെയല്ലേ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോഴാണ് കുട്ടികളൊക്കെ കളിക്കുന്നു. ഒരു കുട്ടി മാറി നിന്ന് കരയുന്നു. ചെറിയൊരു കുട്ടി, ചെറിയ പ്രായമുള്ള 5-6 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി മാറി നിന്ന് കരയുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ് വേദനിച്ചു പോയി. ഒരു കുട്ടിയുടെ കരച്ചിൽ. തങ്ങൾ ആ കുട്ടിന്റെ അടുത്തേക്ക് ചെന്നു, ചോദിച്ചു, മോനെ എന്തിനാ കരയുന്നത്? കുട്ടിക്ക് ധാരാ ചോദിക്കുന്ന ആളെന്നൊന്നും അറിയില്ല കുട്ടിക്ക്. കുട്ടി പറഞ്ഞു, ഇവരൊക്കെ പുതുവസ്ത്രങ്ങൾ ധരിച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിയിട്ട് സന്തോഷത്തോടെ കളിക്കാണ്. മോനെ വീട്ടിൽ ആരാ ഉള്ളത്? ഉപ്പയില്ലേ? എന്റെ ഉപ്പ ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുള്ള ഒരു യുദ്ധത്തിന് പോയി ബാപ്പ ഷഹീദായി. ഉമ്മല്ലേ? ഉമ്മാനെ വേറൊരാൾ കല്യാണം ചെയ്ത് ഉമ്മാൻ അങ്ങനെ കൊണ്ടുപോയി. ഞാൻ ഒറ്റക്കാണ്. അത് പറഞ്ഞപ്പോ ആ കുട്ടിയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മോനെ അത്തർലാ അൻ അകൂന അബാക്, ഞാൻ നിന്റെ ഉപ്പയാകുന്നു നിനക്ക് തൃപ്തിയാണോ? വആയിഷതു ഉമ്മക, ആയിഷ ബീവി നിന്റെ മാതാവാകുന്നതും വഫാത്തിമതു ഉഖ്തക, ഫാത്തിമ ബീവി നിന്റെ സഹോദരിയാകുന്നതും വൽ ഹസനു വൽ ഹുസൈനു അഖവാക, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ നിന്റെ സഹോദരങ്ങളാകുന്നതും ഇഷ്ടമാണോ മോനെ? കുട്ടി പറഞ്ഞു, അഫ്വൻ യാ റസൂലല്ലാഹ്,
അള്ളാഹുവിന്റെ റസൂലാണ് തങ്ങളെന്ന് അറിയാതെയാണ് എന്റെ ഉപ്പ റസൂലുള്ളാഹിന്റെ കൂടെയുള്ള യുദ്ധത്തിൽ ഷഹീദായി എന്ന് ഞാനൊരു സങ്കടം പറഞ്ഞത്. മാപ്പാക്കണം നബിയേ, എന്റെ ഉപ്പ തങ്ങളാകുന്നത് എനിക്ക് ഇഷ്ടമാണ്. പള്ളിയിലേക്ക് പോകുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നേരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, കുളിപ്പിക്കണം, നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കണം, സുഗന്ധലേപനങ്ങൾ പുരട്ടിക്കൊടുക്കണം, കളിക്കോപ്പുകളുമായി കുട്ടിയെ പറഞ്ഞു വിടണം, നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കണം. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആ കുട്ടി വന്നിങ്ങനെ കളിക്കുമ്പോ കൂട്ടുകാരിൽ പലരും ചോദിച്ചു, നീയല്ല മോനെ അപ്പുറത്തു നിന്ന് കരഞ്ഞിരുന്നത്? നിന്റെ വസ്ത്രങ്ങളൊക്കെ മാറി പുതുവസ്ത്രമായല്ലോ, ഒരുപാട് കളിക്കോപ്പുകൾ നിന്റെ കയ്യിൽ കിട്ടിയല്ലോ. കുട്ടി പറഞ്ഞു, ഇന്നത്തെ ദിവസം ഞാൻ സന്തോഷത്തിലാണ്. എന്തേ കാരണം? എന്റെ ഉപ്പയാ ഇപ്പൊ എനിക്കുള്ളത് അള്ളാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി എന്റെ ഉമ്മയാണ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്റെ സഹോദരിയാണ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും എന്റെ സഹോദരങ്ങളാണ്. ഞാൻ ഇന്ന് ഏറെ സന്തോഷത്തിലാണ്. അപ്പോൾ ബാക്കിയുള്ള മക്കളൊക്കെ പറഞ്ഞു, യാ ലൈത അബാനാ ഖദ് ഖുതിലൂ ഫീ സബീലില്ലാഹ്, ഞങ്ങളെ ബാപ്പമാരും അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഉപ്പയായി മുത്തുനബി തങ്ങളെ കിട്ടുമായിരുന്നല്ലോ, ആയിഷ ബീവിയെ ഉമ്മയായി കിട്ടുമായിരുന്നല്ലോ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ സഹോദരിയായി കിട്ടുമായിരുന്നല്ലോ. ഞങ്ങളെ ബാപ്പമാര് ഷഹീദായില്ലല്ലോ. 2 വർഷം കഴിഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ മരുഭൂമിയിൽ നിന്നിട്ട് ഈ കുട്ടി തേങ്ങിക്കരയാൻ തുടങ്ങി. എന്റെ ഉപ്പ വഫാത്തായി പോയി, ഇനി എനിക്ക് ഉപ്പയായിട്ട് ആരാണുള്ളത്? ആ കുട്ടിയെ ചേർത്ത് പിടിച്ചു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. വീട്ടിൽ കൊണ്ടുപോയി, മോനെ ഇനി മുതൽ നിന്റെ ഉപ്പ ഞാനാണ്, നിന്നെ ഞാൻ വളർത്തും, നിന്നെ ഞാൻ സംരക്ഷിക്കും, പേടിക്കേണ്ടതില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷവും ചില്ലറ മാസവുമല്ലേ ഭരണം നടത്തിയത്. അവര് ഷഹീദായപ്പോഴും കുട്ടി കരഞ്ഞപ്പോ ഏറ്റെടുക്കുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവര് കൊടുക്കുന്ന പരിഗണന, യതീമിനെ വിടാതെ ഫോളോ ചെയ്യുന്ന ആ ഒരു മഹബത്ത്, ആ ഒരു അനുധാവനം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണം. യതീമിനെ ചീത്ത പറയാൻ പോലും പാടില്ല. യതീമിന് കുസൃതിയൊക്കെ കുറച്ച് കൂടുതലുണ്ടാകും, പക്ഷെ ഒന്നും അപഹസിക്കാനോ പരിഹസിക്കാനോ, ഒരു വാപ്പല്ലാത്തവനാണ് നീ എന്ന ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. ആ കുട്ടിയുടെ മനസ്സിൽ എനിക്ക് ബാപ്പല്ല, ഞാൻ വലിയ പ്രയാസത്തിലാണ് എന്ന ഒരു തോന്നൽ പോലും ഉണ്ടാകാത്ത വിധം അതിനെ വളർത്തണം, സംരക്ഷിക്കണം. ബാപ്പാന്റെ മേൽവിലാസം ചോദിക്കുമ്പോ നമ്മളെ ബാപ്പയായിട്ട് കുട്ടി പറയണം. ആ ഒരു സന്തോഷത്തിൽ ഒരു കുട്ടിയെ വളർത്തണം. അതിന് ഭക്ഷണം കൊടുക്കലാണ് മുഖ്യമായത്. അതുകൊണ്ടാണ് അള്ളാഹു തന്നെ പറഞ്ഞത്. ബാക്കിയൊക്കെ ആ കൂട്ടത്തിലുണ്ട്. ജീവിക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് ഭക്ഷണമാണല്ലോ. അതുകൊണ്ടാണ് അള്ളാഹു അതെന്നെ എണ്ണി പറഞ്ഞ്. ലാ വസ്ത്രം കൊടുക്കലതിനെതിരല്ല, പാർപ്പിംഗ് ഒക്കെ ഇതിന്റെ ഭാഗമാണ്. ഖുർആന്റെ ശൈലി അങ്ങനെയാണ്. ഒരു വിഷയം പറയും, ബാക്കിയൊക്കെ അതിന് ചുറ്റിപ്പറ്റി ഉണ്ടാകും. ഒരു വിഷയം അല്ലാഹു തആല പറയും, ബാക്കിയെല്ലാം ആ വിഷയത്തിൽ ഉണ്ടാകും. സ്വർഗത്തിലെ ഭക്ഷണത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞ അങ്ങനല്ലേ, വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റത്തൻ വാശിയ. സ്വർഗത്തിൽ ബുക്ര വാശിയ ഭക്ഷണം ഉണ്ട്. കേട്ടൊരാൾ ചോദിച്ചു, അല്ല ഉസ്താദെ സ്വർഗത്തിലെത്തിയിട്ട് 2 നേരെ ഭക്ഷണം ഉള്ളൂ? അങ്ങനല്ല. ബുക്ര വാശിയ എന്ന് പറഞ്ഞാൽ 2 സമയമാണല്ലോ കാര്യമായിട്ടുള്ളത്, രാവും പകലും അല്ലേ? അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ബുക്ര വാശിയ. അതിന്റെ അർത്ഥം 24 മണിക്കൂർ എന്നാണ്. അല്ല 2 നേരം ഭക്ഷണം തന്നിട്ട് ബാക്കിയുള്ളവരെ പട്ടിണി കിട്ടുക എന്നല്ല. അതിന് പിന്നെ സ്വർഗത്ത് പോടോ. 24 മണിക്കൂറും എന്ന് പഠിപ്പിക്കാനാണ് ബുക്റത്തൻ വാശിയ എന്ന് പഠിപ്പിച്ചത്. അതെങ്ങനെയാണ് ഖുർആൻ അങ്ങനെയാണ് പറയാ. വന്നജ്മു വശജറു യസ്ജുദാൻ. നജ്മും ഷജറും എന്ന് പറഞ്ഞാൽ വള്ളിച്ചെടിയും തണ്ടുചെടിയും അള്ളാഹുവിന് സാഷ്ടാംഗം നമിക്കുന്നു. 2 ലോകത്തുള്ളൂ. വള്ളിയായിട്ട് പോകുന്ന ചെടികളും തണ്ടായിട്ട് വരുന്നു. 3-മത്തെ ഒന്നുണ്ടോ? ഇല്ല. അപ്പൊ എല്ലാം പെട്ട്, എല്ലാം ആ പറഞ്ഞതിൽ പെട്ട്. അതിന് പറഞ്ഞതിൽ ഈ ബാക്കിയൊന്നുമില്ല, പെടാനൊന്നുമില്ല. 2 അല്ലാത്തൊന്ന് പറയുന്നാൽ നല്ലത് പറയണ്ടേ. ചെടികളിൽ 2 അല്ലാത്തൊന്നും 3-മത്തെ രൂപമല്ലല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു തആല അത് 2 ഉൾപ്പെടുത്തിയത്. ഇങ്ങനെയാണ് ഖുർആന്റെ ശൈലിയൊക്കെ അങ്ങനെയാണ്.
അതുകൊണ്ട് ഇവിടെ ഭക്ഷണത്തെ പറ്റി മുന്തിച്ചു പറഞ്ഞു. ജീവിക്കാൻ വേണ്ടത് പ്രധാനമായും ഭക്ഷണമാണ്, പാനീയമാണ്. ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്റബ. രണ്ടാമതായി എണ്ണി പറഞ്ഞു മിസ്കീനൻ ദാ മത്റബ, മണ്ണ് പുരണ്ട് കിടക്കുന്ന മിസ്കീൻ എന്ന് പറഞ്ഞ പച്ച സാധു, ശരീരത്തിൽ മണ്ണ് തേച്ചിങ്ങനെ നടക്കുന്ന കർഷകൻ എന്ന അർത്ഥത്തിലല്ല. മിസ്കീൻ എന്താ മത്രബ, ജീവിക്കാൻ ഒരു പാർപ്പിടല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒഴിഞ്ഞൊരു പ്രദേശത്ത് ഒരു മണ്ണിലൊക്കെ കടന്ന് ഏതെങ്കിലും പീഡക്കൊലായ്മലോ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ കടന്ന് രാവും പകലും ഒപ്പിച്ച് മുന്നോട്ട് പോകുന്ന മിസ്കീൻ, വാടക വീട്ടിലോ അല്ലെങ്കിൽ ആരെങ്കിലും സൗജന്യമായി കൊടുത്തിടത്തൊക്കെ താമസിക്കുന്ന ആളല്ലേ, കഴിവില്ലാത്ത പാവം, ആ മിസ്കീൻ, അവന് ഭക്ഷണം കൊടുക്കുക. അവന്റെ വീട്ടിലേക്കൊക്കെ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മനസ്സുകൊണ്ട് ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ ഒരൽഹംദുലില്ലാ എന്ന് പറഞ്ഞ, അതുപോലെ ഒരൊറ്റ അൽഹംദുലില്ലാ, സന്തോഷം കൊണ്ട് പറയുന്ന അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ ഈ മാസം എവിടുന്നാണ് മക്കൾക്ക് ഭക്ഷണം വാങ്ങാന്ന് കരുതി ഞാൻ അങ്ങനെ പേടിയിൽ, അപ്പോഴാണ് ഒരു ചാക്ക് അരി ഇവിടെ എത്തിയത്. അൽഹംദുലില്ലാ, ആ അൽഹംദുലില്ലയിലുണ്ട് എല്ലാം. നമുക്ക് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും തരേണ്ടതൊക്കെ ഒറ്റ അൽഹംദുലില്ലയിലുണ്ട്. ഒക്കെ കിട്ടും, അവിടെ ഒന്നും ബാക്കി ഉണ്ടാകൂല. പട്ടിണി പാവങ്ങളെ നോക്കിയിട്ട് പാതിരാത്രിയിലൊക്കെ ഭക്ഷണം ഏറ്റിക്കൊണ്ടുപോയി കൊടുത്ത മഹാന്മാർ, അവരെ നമ്മൾ മറക്കരുത്. കാരുണ്യ പ്രവർത്തനം, കടമ്പ മുറിച്ചു കടക്കാനുള്ള പ്രധാനപ്പെട്ട വഴി അതാണ്. ആഖിറത്തിലുള്ള കടമ്പ ഏറ്റവും വലിയ കടമ്പയാണ് സിറാത്തുൽ മുസ്തഖീം, സിറാത്ത് വിട്ടുകിടക്കുക, സിറാത്ത് വിട്ടുകിടക്കുക. കാബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കടമ്പ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജഹന്നമിന്റെ മുകളിലൂടെ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്ന ഒരു പാലമുണ്ട്, സിറാത്ത്. അതങ്ങോട്ട് വിട്ട് കടന്ന് അപ്പുറത്തെത്തണ്ടേ. അതിന്റെ ഇടക്കുള്ള ചെക്കിംഗ് പോയിന്റുകളും കാവൽ ഭടന്മാരായി നിൽക്കുന്ന ആളുകളും ഒന്നും കൊക്ക കൊണ്ട് കൊത്തി വലിക്കാതെ അപ്പുറത്തെത്തണ്ടേ. സുഗമമായിട്ട് എളുപ്പം കഴിയുന്നൊരു കാര്യമാണോ സഹോദരങ്ങളെ അത്? അതിനുള്ള മാർഗമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. അതിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആരൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് നോക്കാനാണ് കണ്ണ് തന്നത്, ആർക്കൊക്കെയാണത് വാങ്ങിക്കൊടുക്കേണ്ടത് എന്ന് പറയാനാണ് നാവും ചുണ്ടും തന്നത്, സ്വന്തമല്ലെങ്കിലും മറ്റുള്ളവരോട് ചോദിച്ച് വാങ്ങിക്കൊടുക്കാൻ. അതാണ് ഇന്നലെ പറഞ്ഞത്, അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. ഇതൊക്കെ നോക്കണം, നോക്കി കണ്ടെത്തണം, അന്വേഷിക്കണം, അവിടെ പോകണം. ഏതെങ്കിലും ആൾക്കാരുണ്ടെന്ന് കേട്ടാൽ അവിടെ എത്തിയിട്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നിടത്ത് സ്വഹാബിമാരൊക്കെ വല്ലാതെ തീവ്ര പരിശ്രമം നടത്തിയിട്ടുണ്ടെന്നാണ് അവരുടെ ജീവിത ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. സാധുക്കളെ കണ്ടെത്തുന്നതിൽ വല്ലാത്ത പരിശ്രമമുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ മഹാനവറുകളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഈ മദീനയുടെ കുറെ അങ്ങേ അറ്റത്ത് കുറച്ച് യാത്ര ചെയ്ത് പോകണം. അവിടെ ഒരു വിധവയായ പെണ്ണ്, അതും മിസ്കീൻ പറഞ്ഞതിൽ പെട്ടിട്ടോ, വിധവയായ പെണ്ണ്, സഹായത്തിനാരുണ്ടാവില്ലല്ലോ, ഒറ്റക്ക് താമസിക്കാണ്. എപ്പോഴെങ്കിലും സഹോദരന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യ സ്നേഹികളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആ ഒരു ചെറിയ ഒരു സംഭാവന അതുണ്ടാകും. റിലീഫ് കമ്മിറ്റി മറ്റോ കൊടുക്കുന്നത് ചിലപ്പോഴൊക്കെ പേടിച്ചുകൊണ്ടായിരിക്കും പതുക്കെ പതുക്കെ നീങ്ങുന്നൊക്കെ. ഒരു മാസം കൊണ്ട് കഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ ചില കുടുംബക്കാര് പരാധീനത കൊണ്ട് 2-3 മാസത്തേക്കൊക്കെ നീട്ടിക്കൊണ്ടുപോകും. തികയൂലല്ലോ, ഉണ്ടാവൂലല്ലോ എന്നൊക്കെ കരുതിയിട്ട് വിഷമിച്ചുകൊണ്ട്. അങ്ങനത്തെ ഒരുപാട് നാളുകളൊക്കെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം തോന്നും ഒരുപക്ഷെ ഇനിയും വന്നേക്കാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് ഒരു വിധവയായ പെണ്ണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ പെണ്ണ് താമസിക്കുന്ന സ്ഥലം, പ്രായം ചെന്ന പെണ്ണിനെ ശുശ്രൂഷിക്കാൻ ആ പെണ്ണ് താമസിക്കുന്ന സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തി അവിടെ എത്തി. സുബ്ഹിന്റെ ശേഷം അവിടെ എത്തിയപ്പോ പ്രായം ചെന്നൊരു ഉമ്മ, ആരുമില്ല കൂടെ. ഉമ്മ പറഞ്ഞു, മോനെ എനിക്ക് ഭക്ഷണം കിട്ടി, ഞാന് അപ്പുറത്തന്നെ പോയി കുളിച്ചു, എന്റെ ഡ്രസ്സൊക്കെ ഇന്നലെ ഒരാൾ വന്ന് കൊണ്ടുപോയിരുന്നു, കാഴ്ചക്ക് ചെറിയൊരു കുറവുണ്ട്, എന്റെ ഡ്രസ്സൊക്കെ ഒരാൾ കൊണ്ടുപോയി അലക്കി കൊണ്ടുവന്ന ആ പുതിയ ഡ്രസ്സ് ധരിക്കാൻ വേണ്ടി എനിക്ക് തന്നു, പഴയ ഡ്രസ്സ് അലക്കാൻ കൊണ്ടുപോയി, ഇവിടൊക്കെ ക്ലീൻ ചെയ്തു, ഇനി ഉച്ചക്കും മറ്റൊക്കെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ അവിടെ വെച്ച് പോയിട്ടുണ്ട്, ആള് പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായി, ആ വീട് ലക്ഷ്യമാക്കി
ഏതോ ഒരു പ്രവർത്തകൻ, ഇഖ്ലാസുള്ള ഒരു മുഅ്മിൻ ആ വീട് ലക്ഷ്യമാക്കി വന്ന് സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പിറ്റത്തെ ദിവസം ആളെ കണ്ടെത്താൻ വേണ്ടി സുബഹിന്റെ മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു എത്തി. ഉമർ റളിയല്ലാഹു അൻഹു എത്തിയപ്പോ ആ വീട്ടിലെ ഉമ്മ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് കയറുന്നതിന്റെ 2 മിനിറ്റ് മുമ്പാണ് ആള് പോയത് എന്ന് പറഞ്ഞു. രാത്രിയും പകലൊക്കെ സുഖിക്കാൻ വേണ്ടി എണ്ണപ്പെട്ട സമയങ്ങളല്ലാന്ന് മനസ്സിലാകുന്നില്ലേ അവരുടെ ജീവിതത്തിൽ? പകലാണെങ്കിൽ വേറെ അധ്വാനം, രാത്രിയാണെങ്കിൽ വേറെ അധ്വാനം. അങ്ങനെയുള്ള അധ്വാനങ്ങളാണ് അവർ നടത്തിയത്. കാരണം മുന്നിൽ വരാനിരിക്കുന്ന ഈ അഖബ, ഈ കടമ്പ ആലോചിച്ചിട്ടാണ്. നമ്മളൊക്കെ ആലോചിക്കുന്നു നല്ല സുഖാണ് ജീവിതത്തിന്, പോയി അങ്ങനെ കിടന്നുറങ്ങി ഇങ്ങനെ വിശ്രമിക്കാൻ എന്ത് സുഖാണ്, തിന്നും കുടിച്ചൊക്കെ അങ്ങനെ കഴിയാൻ എന്ത് സുഖാണ്. പാവപ്പെട്ടവരെ നോക്കാത്ത ഈ സുഖത്തിനൊരു സുഖം എന്ന് പറയാൻ പറ്റുമോ സഹോദരങ്ങളെ? ഒരു സുഖം അതിനെ പറ്റി പറയാൻ പറ്റുമോ? അപ്പുറത്തും ഇപ്പുറത്തും നാട്ടിലും പല പാവങ്ങളെ അറിഞ്ഞ് തിരിഞ്ഞു നോക്കാത്തൊരു സുഖം. 2ാമത്തെ ദിവസവും ആളെ കണ്ടില്ല. 3ാമത്തെ ദിവസം ഉമർ റളിയല്ലാഹു അൻഹു കുറച്ചുകൂടി നേരത്തെ വന്നു. തലേന്ന് വന്നതിനേക്കാളും അതിന് മുമ്പ് നേരത്തെ വന്നു. നേരത്തെ വന്നപ്പോ ഉള്ളിൽ ആളുണ്ട് എന്ന് ഒച്ചപ്പാടോട് മനസ്സിലായി. ഉള്ളിൽ ആളുണ്ട്. കാരണം ഉമ്മാനോട് ഭക്ഷണം കഴിക്കാൻ, എന്താ ഭക്ഷണം റെഡിയായി കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് മാറി നിന്ന് നോക്കുമ്പോ ആ വീട്ടിൽ നിന്ന് സുബഹിന്റെ മുമ്പ് പടിയിറങ്ങി മദീന പള്ളിയിലേക്ക് ജമാഅത്തിനെത്തുന്നത് ആരാന്നറിയോ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നട്ടപ്പാതിര നേരത്തെ ആ വീട് അന്വേഷിച്ച് വന്ന് ഒരു ഉമ്മക്ക് വേണ്ടിയുള്ള സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് സുബഹിന്റെ ജമാഅത്തിന് മദീനത്തെ പള്ളി ലക്ഷ്യമാക്കി പോകുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രധാനപ്പെട്ട അമരക്കാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരാ ചെയ്യുന്ന സേവന പ്രവർത്തനം എത്ര കാതലായ വിഷയമാണ്, എത്ര കഴമ്പുള്ള വിഷയമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കാണ്, പടച്ചോനെ എന്തൊരു തൗഫീഖുള്ള മനുഷ്യൻ. ഞാൻ ഈ സംഭവം അറിയുന്നത് ഇപ്പോഴാണ്. എന്റെ മുമ്പ് ഈ സംഭവം മണത്തറിഞ്ഞുകൊണ്ട് ഈ വീട് ലക്ഷ്യമാക്കി വന്നിട്ട് എത്ര ദിവസമായി നട്ടപ്പാതിര നേരത്തെ സേവനം ചെയ്യുന്നത്. പ്രായാധിക്യത്തിൽ സഹോദരങ്ങളെ 63-ാം വയസ്സിലല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിടവാങ്ങുന്നത്. 10-60 ശേഷമുള്ള പ്രായത്തിലും ഈ വലിയ സേവന പ്രവർത്തനങ്ങളിൽ സജീവമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ആ വീടിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ്. മഹാനവർകൾ അവിടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ എൻ്റെ സഹോദരങ്ങളോട്, ഉപ്പമാരോട്, ഉമ്മമാരോടൊക്കെ പറയട്ടെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ അയൽപക്കത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹല്ലത്തിൽ പാവങ്ങളുണ്ടെന്നറിഞ്ഞാൽ ഒരു കൈ സഹായം എപ്പോഴും അവരെ നേർക്ക് നീട്ടിക്കൊടുക്കണം. നമ്മൾ കാരണമായിട്ട് അവർ ജീവിക്കുന്നു എന്നൊക്കെ വേണം. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പലരും വഫാത്തായപ്പോ മദീനയിലെ മിസ്കീന്മാര് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഉമ്മമാരെ, മദീനയിലെ മിസ്കീന്മാര് മുഴുവനും പൊട്ടിക്കരഞ്ഞില്ലേ സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അവിടുത്തെ പത്നിമാരിൽ ആദ്യം വഫാത്തായത് സൈനബ് റളിയല്ലാഹു അൻഹയാണ്. സൈനബ് ബിൻത് ജഹ്ഷ്. നബി തങ്ങളുടെ ഭാര്യമാരിൽ 2 സൈനബ് ഉണ്ട്. ഒരു സൈനബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്ത് കാലത്ത് തന്നെ വഫാത്തായി, സൈനബ് ബിൻത് ഖുസൈമ. ഇത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ഒരു വഫാത്തായി എന്ന് വിവരം കേട്ടപ്പോ മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ആ വീട്ടിന്റെ മുറ്റത്ത് വന്നിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ഞങ്ങളെ ഉമ്മയാണ് വഫാത്തായത്, ഇനി ഞങ്ങൾ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ? എന്തായിരുന്നു മഹദിയുടെ പേരെന്നറിയോ? ഉമ്മുൽ മസാക്കീൻ. ഉമ്മുൽ മസാക്കീൻ, മിസ്കീന്മാരുടെ മാതാവ് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. കിട്ടുന്നത് ഒരു ശകലം ബാക്കി വെക്കാതെ കൊടുക്കും. ആരാ നബിയെ? ഞങ്ങളെ കൂട്ടത്തിൽ ആദ്യം തങ്ങളിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കെന്താ? അത്വലുകുന്ന യദൻ. ഭാര്യമാരോട് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ കൂടുതൽ കൈ നീളമുള്ളത് ആർക്കാണോ അവരാണ് ആദ്യം വരിക എന്ന് പറഞ്ഞു. കൈ നീളമുള്ളത് ആരാന്നുള്ളത് അവര് ഒരു വടി വെച്ച് ഒന്ന് അളന്നു നോക്കുമ്പോ കൈയിന്റെ നീളം കൂടുതലുള്ളത് സൗദാ ബീവിൻ്റെതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2ാമത്തെ പത്നിയാണ് ബീവി സൗദ റളിയല്ലാഹു അൻഹ.
പക്ഷേ തങ്ങൾ ലക്ഷ്യമാക്കിയതിന്റെ ആ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൈ നീളമുള്ള ആള് എന്ന് പറഞ്ഞാല് അല്ലാഹു തആല കൊടുത്ത ശരീരത്തിന്റെ പ്രകൃതി അനുസരിച്ച് നീളമുണ്ട് എന്നല്ല. കൊടുതിയില്, സ്വതഖയില്, ധർമ്മത്തിലുള്ള നീളമാണ്. അതെങ്ങനെ മനസ്സിലായി? വഫാത്ത് സംഭവിച്ചത് സയ്യിദത്തുനാ ബീവി സൈനബ് റളിയല്ലാഹു അൻഹയുടേതാണ്. ഉമ്മുൽ മസാക്കീൻ മദീനക്കാര് വിളിച്ച പേരാണ്. മിസ്കീന്മാര്, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ഒന്ന് പൊട്ടിക്കരയാണ്. ഇന്നലെ പോലും ഉമ്മാന്റെ സ്വതക്ക കിട്ടിയിട്ടാണ് വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങിയതെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞങ്ങളെ ഉമ്മയാണ് ആ പിരിഞ്ഞത്. മിസ്കീന്മാര് കരയാണ്. നമ്മൾ ആലോചിക്കണം ഉമ്മമാരെ. സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ അമല്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിയായി എന്നുള്ള ഒറ്റ പോരിശ പോരെ സ്വർഗത്തിലേക്ക് പോകാൻ. പക്ഷെ അമലിൽ ഒരു കുറവുമില്ല, കൊടുക്കുന്നതിൽ ഒരു പിശുക്കുമില്ല. ധാരാളം ഉണ്ടാകണമെന്ന് മാത്രമല്ല ചിന്തിച്ചത്, എന്നെ കൊണ്ട് ഒരു പാവപ്പെട്ടവന്റെങ്കിലും കണ്ണീരൊപ്പാൻ കഴിയണം, ഒരു സാധുവിനെങ്കിലും സഹായിക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ കാരണം ഒരു പാവപ്പെട്ട ആൾക്ക് മോചനം കൊടുക്കണം, ഒരു പാവപ്പെട്ട ആൾക്ക് സഹായം കിട്ടണം. നമ്മൾ പറഞ്ഞിട്ടാണെങ്കിലും സ്വന്തത്തിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഒരു സഹായം തന്നെയാണത്. പാവങ്ങളെ സഹായിക്കുക, പാവപ്പെട്ടവർക്ക് തണലേകുക, അത് ചെറുതൊന്നുമല്ല, ചെറിയ സഹായങ്ങളൊന്നുമല്ല, വലുതാണ്. അങ്ങനെ കൊടുക്കുന്ന കൊടുതി കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. ആഖിറത്തില് ജഹന്നമിന്റെ മേലെ വിരിച്ച പാലത്തിലൂടെ കടന്നു പോകാൻ കഴിയും. കടമ്പ വിട്ടുകിടക്കണ്ടേ? ജബലുൻ ഫീ ജഹന്നമ, ജഹന്നമിലുള്ള ഒരു ജബലാണ് അഖബ എന്ന് പറഞ്ഞതുണ്ട്. പാവങ്ങൾക്ക് വലിയ സഹായം കൊടുത്തിട്ട് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയണം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ദുനിയാവിൽ നിന്ന് ചില കർമ്മങ്ങൾക്ക് ആഖിറത്തിൽ വലിയ പോരിശ കിട്ടും. മൻ ബനാ മസ്ജിദൻ ലിയദ്കുറല്ലാഹ ഫീഹി, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലാൻ ഒരാൾ ഒരു പള്ളി നിർമ്മിച്ചു. കാശിന് ചെലവില്ലേ? എത്ര കാശ് ചെലവാകണം ഒരു പള്ളി നിർമ്മിക്കാൻ? ഇപ്പോഴൊക്കെ ചെലവ് കൂടും അല്ലേ? മുമ്പത്തിനേക്കാളും ചെലവ് കൂടുതല, സ്ഥലത്തിന് വില കൂടുതലല്ലേ? ഒരു സെന്റ് വാങ്ങണമെങ്കിൽ എത്ര ലക്ഷം കൊടുക്കണം സഹോദരങ്ങളെ? ഒരു സെന്റ് കൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയുമോ? ചെറിയ നിസ്കാര പള്ളി കൂട്ടിക്കൊടുങ്ങൾ. പള്ളി എന്ന് പറഞ്ഞാൽ നിസ്കാര പള്ളിയാലും മതിയല്ലോ. ഒരു നിസ്കാര പള്ളിക്ക് തന്നെ ചുരുങ്ങിയത് ഒരു 4-5 സെന്റെങ്കിലും വേണ്ടേ? ഒരു 5 സെന്റ് വാങ്ങണമെങ്കിൽ തന്നെ ലക്ഷത്ര കൊടുക്കണം. പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കിയൊക്കെ അത്രയും ഒരാൾ ചെലവഴിച്ചു. ആൾക്കാരെ ഒന്ന് നിസ്കരിച്ചോട്ടെ എന്ന് എഴുതിയിട്ട് അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാൻ വേണ്ടി ഒരു പള്ളി, നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചു. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു തആല അവന് സ്വർഗ്ഗത്തിൽ ഒരു വീട് അല്ലാഹു നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുനിയാവെന്ന് മൂമിനായിട്ട് മരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ആള് സ്വർഗത്തിലെത്തണമെങ്കിലും ഇരിക്കുന്ന എന്താണ്? മൂമിനായിട്ട് മരിക്കണം. അതിന്റെ സന്തോഷ വാർത്ത അതാണ്. സ്വർഗത്തിൽ വീടുണ്ടായിട്ട് ആളപ്പുറത്ത് നരകത്തിലായിട്ട് കാര്യമില്ലല്ലോ. മൂമിനായിട്ട് മരിക്കാൻ കഴിയും, സ്വർഗത്തിൽ എത്തിച്ചേരും. ഒരു മുസ്ലിമായ ശരീരത്തെ ഒരാൾ മോചിപ്പിച്ചു, കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി, കടത്തിൽ നിന്ന് സലാമത്താക്കി. വല്ലാത്ത തളർച്ച വരുന്ന രോഗമായിരുന്നു. ശുശ്രൂഷ കൊടുത്ത് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി ചെലവൊക്കെ കൊടുത്ത് വലിയ ശമനം കിട്ടി, സന്തോഷത്തിലായി. അല്ലെങ്കിലോ സഹോദരങ്ങളെ, മാനസികമായി വലിയ പ്രയാസത്തിലായിരുന്നു. കുടുംബത്തിന്റെ ഭാരിച്ച ചെലവ് ആലോചിച്ച് അതിനൊരു മാർഗം അവലംബിച്ചിട്ട് ഓരോ മാസവും ഓരോ വർഷവും ചെലവിനുള്ള വകുപ്പുണ്ടാക്കി കൊടുത്തു. ഒരു മുസ്ലിമായ മനുഷ്യനെ വിവിധ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തു. കാനത്ത് ഫിദിയതുഹു മിൻ ജഹന്നം, ആ മോചിപ്പിക്കുന്നത് നരകത്തിൽ നിന്ന് അവന് ലഭിക്കുന്നൊരു മോചനദ്രവ്യമാണ്. നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലെത്താൻ അത് വലിയൊരു മോചനദ്രവ്യമാണ്, ചെറുതല്ല. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് സ്വർഗത്തിൽ പോകാനുള്ള ഒരു അമല് പഠിപ്പിച്ചു തരണം എന്ന് വന്ന് പറഞ്ഞ് ചോദിച്ചൊരാളോട് തങ്ങൾ പറഞ്ഞു, ലഇൻ കുന്ത അഖ്സറതൽ ഖുതുബ ലഖദ് ആറൽതൽ മസ്അല, ചെറിയ രൂപത്തിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന നീ ചോദിച്ചോ, എന്നാൽ ഞാൻ നിനക്ക് ഉത്തരം തരാം. കൂടുതൽ എന്നോട് ചോദിക്കരുത്, കുറഞ്ഞ കാര്യം ചോദിക്കൂ, ഞാൻ മറുപടി തരാം. സ്വർഗത്തിലല്ലേ പോകേണ്ടത്?
നീ അടിമയെ മോചിപ്പിക്കണം, അടിമയെ മോചിപ്പിക്കുന്നതിന് സഹായിക്കണം. രണ്ടും ഒന്നല്ലേ എന്ന് ചോദിച്ചപ്പോ അല്ല, ഒന്നല്ല, രണ്ടും മാറ്റമുണ്ട്. ഇത്തുകുന്ന സമാ എന്ന് പറഞ്ഞാൽ അന്തം ഫരിദബിത്തിഖ, സ്വന്തമായി കാശിറക്കിയിട്ട് ഒരടിമയെ മോചിപ്പിക്കുക, അത് എളുപ്പമാകൂല. ദിർഹമും ദീനാറും കുറെ കൊടുക്കേണ്ടി വരും. അങ്ങനെ കഴിയുന്നവർക്ക് ഏതിന് കഴിയൂ. അതേ സമയത്ത് ഫക്കുർ റഖബ എന്ന് പറഞ്ഞാൽ അൻതുഈന ഫീ ഇത്തിഖ, ഒരടിമയെ മോചിപ്പിക്കാൻ നീ കൊടുത്തൊരു 100, മറ്റേ ആള് കൊടുത്തൊരു 100, വേറൊരാൾ കൊടുത്തൊരു 100, ആ മോചനത്തിൽ നീ സഹായിച്ചു. രണ്ടും സ്വർഗം കിട്ടാനുള്ള മാർഗമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൽ ഫൈഉ അലാ ദിർറഹ്മിൽ ളാലിമി, അക്രമിയായ കുടുംബക്കാരനിലേക്ക് മടങ്ങിയിട്ട് അവന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക. കുടുംബക്കാരൻ അക്രമിയാണ്, ളാലിമാണ്, പടക്കം മാറ്റിയിട്ട് അവനിലേക്ക് മടങ്ങിയിട്ട് ബന്ധം നന്നാക്കിയിട്ട് വീണ്ടും സഹായം ചെയ്തു കൊടുക്കുക. ലാലിമായ കുടുംബക്കാരനെ പറ്റിയാ പറഞ്ഞത്. അക്രമിയാണ്, അന്യായം ചെയ്ത ആളാ, അതൊക്കെ ബുദ്ധിമോശം കൊണ്ട് വന്നതാണ്. ഒന്നുകിൽ വിവരക്കേട് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദേഷ്യം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ ഒക്കെ വരാലോ. അയാളിലേക്ക് നീ മടങ്ങിച്ചെന്നു, ബന്ധം സ്ഥാപിച്ചു, ബന്ധം ഊട്ടിയുറപ്പിച്ചു, അവനെ നീ സഹായിച്ചു, സ്വർഗത്തിൽ പോകാനുള്ള മാർഗമാണ്. ഫൈലം തുത്തിഖിദാലിക, ഇതൊക്കെ വലുതാണ്, ഇതിനൊന്നും കഴിയില്ലെങ്കിൽ ഫഅത്ഇമിൽ ജാഇഅ, വിശന്നവന് നീ ഭക്ഷണം കൊടുക്കണം. വിശപ്പ് അനുഭവിക്കണാക്ക് ഭക്ഷണം കൊടുക്കണം. വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞാ എന്നാ വരീന്ന് പറഞ്ഞു, ഏതായിക്കോട്ടെ, ജാതി മത ഭേദമന്യേ വർഗവർണ്ണ വൈജാത്യങ്ങൾക്ക് അതീതമായി ഒന്നും നോക്കണ്ട, മനുഷ്യനല്ലേ നോക്കിയാൽ മതി. ദാഹിക്കുന്ന നായക്ക് വെള്ളം കൊടുത്തിട്ടല്ലേ നീചകൃത്യം ചെയ്ത വേശ്യപ്പെണ്ണിന് അല്ലാഹുത്തആല മാപ്പ് കൊടുത്തത്? എന്നെപ്പോലെ ദാഹിക്കുന്ന അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും സാഹസികമായി കിണറിലേക്ക് ഇറങ്ങിയിട്ട് തന്റെ ഹുഫിൽ വെള്ളം കോരിയെടുത്തിട്ട് അതിനെ വെള്ളം കുടിപ്പിച്ചപ്പോ ആ ഒരു ശുക്ർ അള്ളാഹു സ്വീകരിച്ചിട്ട് അള്ളാഹു മഗ്ഫിറത്ത് കൊടുത്തു, പാപം പുറത്തു കൊടുത്തു. ഒരു നായക്ക് വെള്ളം കൊടുത്തിട്ടല്ലേ അത്? ഒരു മനുഷ്യൻ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നേരെ കൊണ്ടുപോവുക, ഹോട്ടലിൽ കൊണ്ടുപോയിട്ടൊരു ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, അയാൾ കഴിച്ചോട്ടെ. വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക. അതാരാകട്ടെ, മേൽവിലാസങ്ങളൊന്നും നോട്ടല്ല അവിടെ. വിശന്നിട്ട് വയ്യാന്നൊരാൾ പറഞ്ഞോ, ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. അത്വഇമിൽ ജാഇ, വിശന്നവന് ഭക്ഷണം കൊടുക്കുക. നമ്മളൊക്കെ ചായ കുടിക്കുമ്പോൾ അടുത്ത് വന്നിട്ട് ഒരു ചായ എനിക്കും വാങ്ങിത്തരുമെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നോളിന്ന് പറഞ്ഞു ഉടനെ ചായ വാങ്ങിക്കൊടുക്കണം. കുടിച്ചോട്ടെ, സന്തോഷത്തിനല്ലേ, വിശപ്പും ദാഹവും മാറാനല്ലേ, കുടിക്കട്ടെ, ഒരു കുഴപ്പമില്ല. അത് ഏതാളാണെങ്കിലും അല്ലാഹുത്തആല കൂലി തരും, അല്ലാഹുത്തആല അതിന് പ്രതിഫലം തരും. അത്വഇമിൽ ജാഇ, വിശക്കുക. ആര് വിശപ്പിന്റെ കേസുമായി വന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൽ മത്റൂഹു ഫിത്വരീഖ് അല്ലദീ ലാ ബൈത ലഹു, വീടില്ലാതെ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ. ചിലര് പറഞ്ഞു ദാരിദ്ര്യത്തിൽ കുടുങ്ങിയിട്ടുണ്ട്, വീടൊക്കെ ഉണ്ട്, പക്ഷേ ദാരിദ്ര്യം കൊണ്ട് അങ്ങേയറ്റത്ത് പ്രയാസം സഹിക്കുന്നുണ്ട്. നല്ല നിലക്ക് ലാഭം കിട്ടണമെന്ന നിലക്ക് ഒരു കച്ചവടം തുടങ്ങിയതാണ്, പൊട്ടിപ്പോയി, കടമിഷ്ടം പോലെ വരും. ഇയാള് അവിഹിത മാർഗത്തിനൊന്നും ചെലവാക്കിയതല്ല, സ്വന്തം ഒരു കച്ചവടം തുടങ്ങി നോക്കി, ആ കച്ചവടം ക്ലിക്കായില്ല. 2 ആഴ്ചയാകുമ്പോഴേക്ക് അത് പൊട്ടിപ്പോയി, ലക്ഷങ്ങൾ കടം വന്നു. ആ മനുഷ്യന്റെ ടെൻഷൻ എത്രയുണ്ടാകും? അവനും സാധാരണ രൂപത്തിൽ കച്ചവടമൊന്നും ചെയ്യാതെ ദാരിദ്ര്യം വന്നവനും രണ്ടും ഒരേ ലെവലിലാണ്. ഒരുപക്ഷേ നിനക്കവന്റെ വീട് കാണുമ്പോ വലിയ വീടാണെന്ന് തോന്നിയേക്കും, പക്ഷേ അവന്റെ ഉള്ളറകളിലേക്ക് നീ ഇറങ്ങിച്ചെന്നാൽ നീറിപ്പുകയുന്ന ധാരാളം വിഷമങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റൊരു തഫ്സീർ, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ, ഹുവല്ലദീ ലാ അഹദ ലഹു, ഒരാളും ഇല്ലാത്ത ഒറ്റത്തടിയായി ജീവിക്കുന്ന മനുഷ്യൻ. അങ്ങനെ ഉണ്ടാവും നാട്ടിൽ, ഒറ്റക്കാട് ജീവിതം, ആരുമില്ല, കുടുംബക്കാരായിട്ട് പറയാൻ ആരുമില്ല, ആരും പരിചയത്തിലില്ല, നാട്ടിലുമില്ല. ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവൽ ഫഖീർ അൽ മദിയൂൻ അൽ മുഹ്താജ്, സാധുവായ മനുഷ്യനാണ്, ഫഖീറായ മനുഷ്യൻ, കടബാധ്യതയുള്ള ആള്, മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ട ജീവിക്കേണ്ട ആള്. ചില പണ്ഡിതന്മാര് പറഞ്ഞു, ഹുവദുൽ ഇയാലി, ധാരാളം മക്കളുള്ള മനുഷ്യനാണ്, ചെലവ് ഏറെ വേണ്ടി വരും, ഒരുപാട് മക്കളുണ്ട് അദ്ദേഹത്തിന് പോറ്റി വളർത്താൻ. മുമ്പൊക്കെ നല്ല ജോലി ഉണ്ടായിരുന്നു,
ഇപ്പൊ ജോലിയും കാര്യമൊന്നുമില്ലാതെ വിഷമത്തിലാണ്. കൊടുക്കണം സഹോദരങ്ങളെ. ഈ പറഞ്ഞതൊക്കെ മിസ്കീനന്താ മത്റബാ, സാധുവായി ജീവിക്കുന്ന കഴിവില്ലാത്ത മിസ്കീൻ, അവനും ഭക്ഷണം കൊടുക്കണം. അപ്പൊ ഈ ഭക്ഷണം കൊടുക്കുക എന്നുള്ള സേവന പ്രവർത്തനം ഇത് മാത്രം മതിയോ? ഇത് മാത്രം പോരാ. സുമ്മ കാന മിനല്ലദീന ആമനൂ വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമാ. സുമ്മക്കാന, ഈ സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യൻ മിനല്ലദീന ആമനു, മുഅ്മിനീങ്ങളിൽ പെട്ടവനാകണം. എന്നാലേ കടമ്പ മുറിച്ചെടുക്കാൻ കഴിയുള്ളൂ. സേവന പ്രവർത്തനങ്ങളൊക്കെ നാട്ടിൽ പലരും ചെയ്യും. അതിന്റെ ഫലം ഇവിടെ കിട്ടും, ദുനിയാവിൽ കിട്ടും, ആഖിറത്തിലേക്ക് ഉണ്ടാവില്ല. കടമ്പ മുറിച്ചെടുക്കാൻ കഴിയില്ല. പരലോകത്തുള്ള കടമ്പങ്ങളും വിഷമങ്ങളൊക്കെ മുറിച്ചു കിടക്കണോ? സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾ അതോടൊപ്പം സുമ്മക്കാന മിനല്ലദീന ആമനു, മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളായിട്ട് ജീവിക്കണം, മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളാകണം. റാസിമാം റളിയല്ലാഹു അൻഹു ആ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, ഇതൊക്കെ വലിയ വലിയ സേവനങ്ങളാണ് അല്ലെ. ഒരു മനുഷ്യന്റെ പ്രയാസം കെട്ടയിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കുടുങ്ങിക്കിടക്കുന്ന ആളെ ആ കുടുക്കിൽ നിന്ന് മാറ്റിക്കൊടുക്കുക, അതുപോലെ തന്നെ ദാരിദ്ര്യം വന്ന ആളെ രക്ഷപ്പെടുത്തുക, അതൊക്കെ വലിയ വലിയ സംഗതികളാണ്. ഇതൊക്കെ നിർവഹിക്കുന്നതോടൊപ്പം ഒരാള് പഠിക്കാൻ, ഉന്നതങ്ങളിലേക്ക് പഠിക്കാൻ കഴിവില്ല, അപ്പൊ അതിന് അയാളെ സഹായിച്ചു. 1-2 ലക്ഷം ഫീസ് കൊടുത്തിട്ട് ഉന്നതമായ ഡിഗ്രിയിലേക്ക് പഠിപ്പിച്ചുയർത്തി. വലിയൊരു സന്തോഷല്ലേ? ഒരു കുടുംബത്തിന്റെ ഉപജീവന മാർഗത്തിന് വലിയൊരു സഹായമാണ് ചെയ്തു കൊടുത്തത്. ഇങ്ങനൊക്കെ സഹായിക്കുന്നതോടൊപ്പം ആ സഹായിക്കുന്നത് ആഖിറത്തിലുള്ള പ്രയാസങ്ങളൊക്കെ മുറിച്ചു കടക്കാൻ പറ്റുന്ന തരത്തിലാകണമെങ്കിൽ അവിടെ ഒരു ഷർത്തുണ്ട്. ആ ഷർത്താണ് അല്ലാഹു തആല പറഞ്ഞത്, ഈമാൻ വേണം. ഫൈന്ന ഷർത്ത ഖബൂലി ത്വആത്ത്, സുകൃതങ്ങൾ സ്വീകരിക്കുന്നതിന്റെ നിബന്ധന അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം വേണം. വിശ്വാസമില്ലാതെ കൊടുക്കുന്ന ചെലവുകളൊന്നും സ്വീകരിക്കൂല. അല്ലാഹു പറഞ്ഞില്ലേ, വമാ മനാഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും, ഒരുപാട് ചെലവുകൾ മുനാഫിഖുകൾ ചെയ്യുന്നുണ്ട്. മുനാഫിഖുകളെ പറ്റി ഇറങ്ങിയ ആയത്താണ്. മുനാഫിഖുകൾ സഹോദരങ്ങളെ മദീനത്തെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരാണ്, നോമ്പൊക്കെ നോൽക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ ഉള്ളിൽ ഉറച്ച ഈമാനില്ല. ഇന്നുകൊണ്ട് മുനാഫിഖുകള്, അന്നുകൊണ്ട് മുനാഫിഖുകള്, ഖിയാമത്ത് നാൾ വരെ മുനാഫിഖുകൾ ഉണ്ടാവും. മുനാഫിഖുകൾ അന്നത്തെ കാലത്ത് മാത്രമല്ല, ഒന്നുണ്ട്. ശരിക്കും അങ്ങോട്ട് ഫുള്ളായിട്ടാണ് വിശ്വസിക്കാൻ കഴിയൂല, കുറച്ചൊക്കെ അങ്ങോട്ട് വിശ്വസിക്കാം. നിങ്ങളെ കാര്യങ്ങളൊക്കെ റെഡിയാ, നിങ്ങളെ വഅദും ക്ലാസും പ്രഭാഷണം ഖുർആൻ സദസ്സൊക്കെ റെഡിയാ, പക്ഷേ നിങ്ങളെ റബ്ബിൽ ലെവലെ മൗലിദ് നമുക്ക് അങ്ങനെ പറ്റൂല. അതാ മൗലിദിന് ചെറിയ ഒരു തരിപ്പ് മൂപ്പർക്ക് എങ്ങനെ. നിങ്ങളെ മൗലിദ് നമുക്ക് അത്ര വലിയ യേശൂല, അതൊരു നിഫാക്ക. ശരിയായ നിലക്ക് വിവരമുള്ള ആള് അതിനൊരു നിലക്കും തള്ളിപ്പറയൂല. എന്താ ഒരു മൗലിദിൽ നടക്കുന്നതൊക്കെ പുണ്യകർമ്മങ്ങളാണ്. ഓരോന്നും തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഒന്നു മുതൽ തെളിവില്ലാത്തില്ല. എല്ലാം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നടത്തി കാണിച്ചു തന്ന കാര്യങ്ങൾ തന്നെയാണ്. തങ്ങളെ സദസ്സിൽ വെച്ച് സ്വഹാബത്ത് മദ്ഹ് പാടിയിട്ടില്ലേ, സമ്മാനം കൊടുത്തിട്ടില്ലേ, സ്വഹാബത്തിന്റെ വിധങ്ങൾ ഇരുന്ന് കേട്ടിട്ടില്ലേ? ഇതന്നല്ലേ ചെയ്യുന്നത്. ഭക്ഷണം കൊടുക്കുന്നതാ. ഖദീജ ബീവിന്റെ പേരിൽ എത്ര ഭക്ഷണ വിധങ്ങൾ കൊടുത്തത്? ആടിനെ അറുത്തിട്ടല്ലേ പലപ്പോഴും ഭക്ഷണം കൊടുത്തിരുന്നത്. ഭക്ഷണം കൊടുക്കുന്നതിനെ എതിർക്കുന്നത് കൂട്ടം കൂടിയിരുന്നാ, കൂട്ടം കൂടിയിട്ടല്ലേ മദീനത്തെ പള്ളിയിൽ മദ്ഹ് പറഞ്ഞിരുന്നത്. ഏതാ നടക്കാത്ത എല്ലാം ഉണ്ട്, ഒറ്റൊരു കാര്യം ഇല്ലാത്തതില്ല. പിന്നെ നമ്മൾ ഇന്നിങ്ങനെ തുടക്കുന്ന ടിഷ്യൂ പേപ്പറിന് പകരം അന്ന് ചിലപ്പോൾ തോർത്തുകൊണ്ടായിരിക്കും ഉണ്ടാകുക. അങ്ങനെ ചില വ്യത്യാസം ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇന്ന് ചൊല്ലുമ്പോൾ ഉപയോഗിക്കാൻ മൈക്കുണ്ടെന്ന് മൈക്കുണ്ടാവില്ല, അങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടാവുള്ളൂ. സ്വാഭാവികല്ലേ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിസ്ഥാനങ്ങളിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അറിവിന്റെ കുറവ് കൊണ്ടാണ് പലരും അത് എതിർക്കുന്നത്. അറിവില്ല. ചിലരൊക്കെ പറയും നിങ്ങളെ കാര്യങ്ങളൊക്കെ റെഡിയാണ്, പക്ഷെ ആ തൽക്കീൻ നമുക്ക് അങ്ങോട്ട് പിടിക്കൂല എന്ന് പറയും. തൽക്കീൻ അതൊരു ചാരപ്രവർത്തനാന്ന് പറയും. ഖബറിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഓതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ ജീവിതത്തിൽ സമ്പാദിച്ചു കൊണ്ടോണ്ടല്ലേ. അവനാ ഖബർക്കെത്തുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. അവനാ ഖബർക്കെത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇവിടെ ആരെങ്കിലും പറഞ്ഞു തരണോ, ആരെങ്കിലും ഓതണോ, ആരെങ്കിലൊക്കെ ഇവിടെ ഖുർആൻ ഓതണോ, ആരെങ്കിലൊക്കെ തബാറക്ക് ഓതണോ, ആരെങ്കിലും ഇവിടെ ഒന്ന് ദ്വാർക്കണോ എന്നൊക്കെ എതിർക്കുന്ന ആളുകൾക്ക് തിരിച്ചറിയണമെങ്കിൽ, ശരിക്കുള്ള തിരിച്ചറിവ് കിട്ടണമെങ്കിൽ ഓൻ ഖബറിന്റെ ഇടയിൽ എത്തണം. എന്നാലേ അറിയുള്ളൂ. അല്ല ദുന്യാവെന്ന് എന്ത് എതിർക്കാലോ. ആ ഖബറിന്റെ പരിസരത്ത് സ്വഹാബത്തിനോട് കുറെ നേരം നിൽക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ
എനിക്ക് മലക്കുകൾക്ക് ഉത്തരം പറയാൻ കഴിയുമെന്ന് സമൂഹത്തെ പഠിപ്പിച്ച വലിയ സ്വഹാബിയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. മറവെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു പോകരുത്. ചില ആളുകളെ കണ്ടില്ലേ നിങ്ങള്? നായനെയും പട്ടിയെയും ഒക്കെ മറവെയ്യും പോലെ മനുഷ്യനെ മറവെയ്തിട്ട് മണ്ണ് മൂടിയിട്ട് തിരിച്ചങ്ങ് പോകും. ഒരു സലാമും കൂടി പറയാതെ, ഒരു സലാമും കൂടി സ്വന്തം ബാപ്പക്ക് പറയാതെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, മരിച്ചുയില്ലേ, മരിക്കലോടൊക്കെ കഴിഞ്ഞു എന്നുള്ള തിയറി ഒരു മുസ്ലിമിനുണ്ടോ? മരിക്കലോടെ ജീവിതം തുടങ്ങുക, ശരിക്കുള്ള ജീവിതം ആരംഭിക്കാൻ, ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ റൂട്ടല്ലേ ഖബർ, തുടങ്ങല്ലേ? ആ തുടക്കത്തിൽ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് എത്ര ഖബറാളിക്ക് വേണ്ടി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. വഫാത്തായിപ്പോ എത്ര സ്വഹാബിമാർക്ക് ദുആയിരുന്നിട്ടുണ്ട്. ഒന്നും രണ്ട് ആളുകൾക്കാണോ തങ്ങൾ ദുആയിരുന്നത്? ഫലിക്കുകയില്ലെങ്കിൽ തങ്ങൾ ദുആർക്കോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും, 9 ഭാര്യമാരല്ലേ, 9-ൽ 1 വരൂലേ ആദ്യകാലത്ത്, പിന്നെ 9-ൽ 2ആയി. സൗദാ ബീവി തന്റെ ദിവസം രാത്രി ആയിഷ ബീവിക്ക് സംഭാവന ചെയ്തു. നമ്മളെ നാട്ടിലെ പെണ്ണങ്ങനെ സംഭാവന ചെയ്യുന്നു കേട്ടോ, അത് വേറെ വിഷയം. അത് സൗദാ ബീവിന്റെ ഈമാനാണ്, സൗദാ ബീവിന്റെ സംഭാവനയാണ്. എന്റെ അടുത്തേക്ക് വരുന്ന ദിവസം പകല് വന്ന് ഭക്ഷണം കഴിച്ചൊന്ന് സംസാരിച്ച് തങ്ങൾ പോയാൽ മതി, ആ രാത്രിയും കൂടി ഞാൻ ആയിഷ ബീവിക്ക് വിട്ടെന്നോ. ഇങ്ങനെ സ്വതക്ക ചെയ്യുന്നൊരു പെണ്ണുണ്ടോ ലോകത്ത്? അങ്ങനെ പറയോ സഹോദരങ്ങളെ? 75 രണ്ടാമത്തെ പെണ്ണ് പറയോ അങ്ങനെ? സൗദാ ബീവി പറഞ്ഞു, പകല് മാത്രം എന്റെ അടുത്തേക്ക് വന്നാൽ മതി, രാത്രി ഞാൻ ആയിഷ ബീവിക്ക് വിട്ടെന്നു. അങ്ങനെ ആഴ്ചയിൽ പിന്നെ അത് 9-ൽ 2ആയി. എന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ ദിവസവും യഖ്റുജു മിൻ ആഖിറിൽ ലൈൽ, ആഖിറുൽ ലൈൽ തങ്ങൾ വീട് വിട്ടിറങ്ങും, ഇലൽ ബഖീ, ജന്നത്തുൽ ബഖീയിലേക്ക് പോയി ദ്വാർക്കുന്നു. എല്ലാ ദിവസവും, ഒറ്റ രാത്രിയും അതിന് മാറ്റമില്ല. ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇങ്ങനെ ദായിമാക്കോ സിയാറത്ത്? ഇങ്ങനെ ദ്വാർക്കോ ഖബറിന്റെ അടുത്ത്? വിവരം നമ്മൾ ഉണ്ടാക്കണം. ആശങ്കയോടെ മരിച്ചിട്ട് ആഖിറത്തിലെത്തിയിട്ട് കൈകടിക്കരുത്. ഈമാനിന്റെ ഊർജ്ജസ്വലതയ്ക്ക് ഇൽമാണ് വേണ്ടത്. ആലിമീങ്ങളിൽ നിന്ന് പഠിക്കണം, ശരിക്ക് പഠിക്കണം. അവര് പറഞ്ഞു തരും ഇതിന്റെ എല്ലാ തെളിവും. നമ്മളിവിടെ നമ്മളെ സദസ്സിന് ദുആഇനും പ്രാർത്ഥനക്കും നസീഹത്തിന് നേതൃത്വം നൽകാവുന്ന മുന്നിരായ പേരോട് ഉസ്താദ് അല്ലാഹു ആഫിയത്തിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ. നാട് നീളെ സദാസമയത്തും ഉസ്താദിന്റെ ഭാഷണം എന്താണ്? ജനങ്ങളെ ഖൽബിൽ സംശയിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ ദൂരീകരിക്കാൻ ആശയങ്ങൾ സമർത്ഥിച്ച് പഠിപ്പിക്കുക. എത്ര തവണ എത്ര കാലം അതിനു വേണ്ടി ഉസ്താദ് പ്രസംഗിച്ചിട്ടുണ്ട്, എത്ര മണിക്കൂർ സഹോദരങ്ങളെ. ജീവിതത്തിന്റെ ഭാഗങ്ങളും ആ മണിക്കൂറും കൂട്ടി നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഞാനൊക്കെ എടവണ്ണപ്പാറയിൽ പഠിക്കുന്നെന്നാണ് വാഴക്കാട് ഗണ്ണനം നടക്കുന്നത്. ആ ഗണ്ണനം തീരുന്നതന്നെ 2 മണി 3 മണിക്കായിരിക്കും ചിലപ്പോഴൊക്കെ. അത്രയും നേരം. അന്നൊക്കെ ഈ ടേപ്പ് റെക്കോർഡ് ഇങ്ങനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ഇങ്ങനെ മൈക്കിലൂടെ കേൾപ്പിക്കുക ചെയ്യുക. അന്ന് മറ്റു സംവിധാനം വന്നിട്ടില്ല. ഇന്നൊക്കെ മോനെ ഒന്ന് ബട്ടൺ അമർത്തി കാണിച്ചു കൊടുക്കുമെന്ന് പറയും. അന്ന് ടേപ്പ് റെക്കോർഡിൽ പിടിച്ചിട്ട് കാസറ്റ് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. 9 തവണയാണ് ഘട്ടം ഘട്ടമായിട്ട് ഗണ്ണനം നടത്തിയത്. 10ാമത്തെ തവണ പിന്നെ മറ്റാൾ വന്നില്ല, അത് പിന്നെ നടത്തേണ്ടി വന്നില്ല. അതൊക്കെ മണിക്കൂറുകളാണ്, 6ഉം 7ഉം 8ഉം മണിക്കൂർ നീണ്ട മണിക്കൂർ. വിശുദ്ധ ദീന് സമർത്ഥമായിട്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. സംശയലേശമന്യേ അള്ളാഹു ഒരു കാഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ദീനിന് വേണ്ടി ചെയ്യുന്ന ഖിദ്മയാണത്. ഞാൻ പറഞ്ഞു വന്നത്, ഈമാനിൽ ആശങ്ക വരാൻ പാടില്ല. കാരണം അമല് സ്വീകരിക്കണമെന്നുള്ള ഷർത്ത് കറ കളഞ്ഞ ഈമാനാണ്. എന്തിനാ ഞാൻ അത് പറഞ്ഞറിയോ? മദീനത്തെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിരുന്ന, നോമ്പ് നോറ്റിരുന്ന മുനാഫിക്കുകള് ഇഷ്ടംപോലെ സംഭാവന കൊണ്ടുപോയി കൊടുത്തപ്പോ അല്ലാഹു തആല പറഞ്ഞു സ്വീകരിക്കൂല. എന്താ സ്വീകരിക്കാൻ കുഴപ്പമെന്താ? അവര് ചെയ്ത സംഭാവനകൾ സ്വീകരിക്കുന്നതിന് തടസ്സമായിട്ടില്ല. ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വബിറസൂലിഹി, അവർക്ക് അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും ഉറച്ച വിശ്വാസമില്ല. അതുകൊണ്ടാ സ്വീകരിക്കാത്തത്. ദിർഹമാകാഞ്ഞിട്ടല്ല, ദീനാറിന് കട്ടി പോരാഞ്ഞിട്ടല്ല, കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കളും മറ്റും കനം കുറവായിട്ടല്ല, ഈമാനില്ല കൂട്ടർക്ക്. അതുകൊണ്ടാണ് അവർ ചെയ്ത ചെലവ് അല്ലാഹു തആല സ്വീകരിക്കൂല എന്ന് പറഞ്ഞത്. കറക്റ്റ് വേണ്ടേ? ഇവിടെ എത്ര സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട്. ദുന്യാവിൽ അതിൻ്റെ ഒക്കെ കിട്ടും, ആഖിറത്തിലെത്തൂല. പഴയ കാലത്ത് അറേബ്യൻ ലോകത്ത് അറിയപ്പെട്ട ഭക്ഷണം കൊടുത്ത ധർമ്മിഷ്ഠനായിരുന്നു ഇബ്നു ജദ്ആൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഒരു ദിവസം ചുരുങ്ങിയത് 1000 പേർക്ക് ഭക്ഷണം കൊടുക്കും. ഒറ്റ ദിവസം
ഒറ്റ ദിവസം 1000 പേർക്ക് ഭക്ഷണം കൊടുക്കും. അത് ആണ്ടിലൊരു ദിവസമല്ല, എല്ലാ ദിവസവും. സമ്പന്നനായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇബ്നു ജദാൻ ആ കൊടുത്ത സ്വതക്കൊക്കെ ആഖിറത്തിൽ ഫലിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, ഒന്നും കിട്ടൂല. ഇമാം മുസ്ലിം റഹ്മഹുല്ല അദ്ദേഹം കൊടുത്ത ഭക്ഷണത്തിന്റെ വലുപ്പം പറഞ്ഞപ്പോ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇബ്നു ജദാന്റെ വീട്ടിന്റെ മുറ്റത്ത് ഒരു ചെമ്പുണ്ടായിരുന്നു. ആ ചെമ്പിലേക്ക് ഒരു കോണി വെച്ചിട്ടായിരുന്നു കയറിയിരുന്നത്. ഞാൻ അടുപ്പിന്റെ വലുപ്പം കൊണ്ട് ഇങ്ങനെ താങ്ങി എത്തൂല, ഇത്ര വലുപ്പമുള്ള അടുപ്പാ. അടുപ്പിന്റെ മേലെയാണ് ചെമ്പ്. വലിയ ചെമ്പാകുമ്പോ വലിയ അടുപ്പ് വേണ്ടേ? വലിയ അടുപ്പ് വേണ്ട വലിയ ചെമ്പിന്. കുടിമന്തിക്കൊക്കെ ചെറിയ അടുപ്പ് മതിയോ? പോരാ. അതേപോലെ വലിയ അടുപ്പ്, വലിയ ചെമ്പ്. ആ ചെമ്പിലേക്ക് കയറിയിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കോണിങ്ങനെ വെച്ചെടുത്തിട്ട് കയറി വെച്ചിട്ട് അതിൽ നിന്നാണ് കോരിക്കൊടുത്തിരുന്നത്. ഓരോ ദിവസവും 1000 പേർക്ക് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞാൽ 10 ദിവസമാകുമ്പോൾ 10,000 ആയില്ലേ? ദിവസങ്ങളും കൂട്ടി നോക്കി ലക്ഷക്കണക്കിന് ആൾക്കാർക്കല്ലേ ഇത് കൊടുത്തത്. ഒന്നും കിട്ടൂല. എന്തേ കാരണം? അദ്ദേഹത്തിൽ ആഖിറത്തിൽ വിശ്വാസമില്ലായിരുന്നു. ഒരൊറ്റ ദിവസം പോലും പരലോകമുണ്ട് എന്നുള്ളൊരു വിശ്വാസം ആ മനുഷ്യനില്ലായിരുന്നു. അതുകൊണ്ട് അതൊക്കെ പോയത്. അതൊക്കെ കൂടി കൂട്ടി നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ട് സഹോദരങ്ങളെ, എത്രായിരം ആളുകൾക്കുണ്ട്. എന്തൊരു സുഹൃത്താണ് ചെയ്തത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു. ലോകത്ത് പലരുണ്ട് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത്. സ്വീകരിക്കണമെങ്കിൽ, പരലോകത്ത് കിട്ടണമെങ്കിൽ, കടമ്പ കടക്കണമെങ്കിൽ സുമ്മ കാന മിനല്ലദീന ആമനൂ, ഈമാൻ ഉള്ളവരെ കൂട്ടത്തിൽ പെടണം. അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഈമാൻ അള്ളാഹു സലാമത്താക്കി തരട്ടെ. ശക്ക് വരരുത്, ആശങ്ക വരരുത്. സുന്നത്ത് ജമാഅത്ത് ചെയ്യുന്ന പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന സുന്നി ആശയങ്ങളിൽ ഒന്നിനെ പോലും എതിർക്കുന്ന മനസ്ഥിതിയോടെ കാണരുത്, സമീപിക്കരുത്, പറയരുത്. ഇൽമിന്റെ കുറവുണ്ടോ തേടി പഠിക്കണം, അന്വേഷിച്ച് പഠിക്കണം, വിവരം സ്വീകരിക്കണം, ആശങ്ക മനസ്സിൽ നിന്ന് അകറ്റണം. വെച്ചുകൊണ്ട് നടക്കരുത്. ശൈത്താൻ അത് അരക്കിട്ടുറപ്പിക്കും നിന്റെ മനസ്സിൽ. അങ്ങനെ നീ പറയും, കുറച്ചൊക്കെ അവര് പറയുന്നതിലും കാര്യമുണ്ട്, കുറച്ചൊക്കെ ഓര് ചെയ്യുന്നു ശരിയാണ്. ശരിയാണോ? ശരിയല്ല. ശരിയാണ് നിന്റെ മനസ്സിൽ തോന്നിയോ? നിന്റെ മനസ്സിൽ അത്ര കണ്ടിട്ട് ആ സംശയം ഉറച്ചിട്ടുണ്ട് എന്ന് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുറച്ചൊക്കെ അവരും പറയുന്നതിന് കാര്യമുണ്ട് കേട്ടോ. വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ പോയിരുന്നിട്ട് ഒരു 10 മിനിറ്റ് ആണെങ്കിലും, ആകൊരു സമയമല്ലേ ഉള്ളൂ, ആ 10 മിനിറ്റ് ഈ ഖതീബ് ഇങ്ങനെ പറയുന്നത് മനസ്സിലായാൽ എന്തൊരു സന്തോഷാണ്. അല്ല, അത് അവിടുന്ന് തന്നെ പഠിക്കണം എന്നുണ്ടോ? എന്റെ ശേഷവും പഠിച്ചൂടെ? പിന്നെയും പഠിച്ചൂടെ? ഖതീബ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഖുത്ബയിൽ പറഞ്ഞെന്നാലും പോരെ, മിമ്പർമൻ തന്നെ ആകണോ മനസ്സിലാക്കി തരല്? ആണോ? മിമ്പർമുള്ളത് വന്ന ആൾക്കാർക്ക് മൊത്തം മനസ്സിലാക്കി തരാ എന്നുള്ള തിയറി ആണെങ്കിൽ ഇന്ന് പലപ്പോഴും നമ്മളെ നാട്ടിലും കൂടി നടക്കുമോ? നമ്മളെ നാട്ടിലെ അറബി അറിയാത്ത ആളുകളും ഖുത്ബക്ക് വരുന്നില്ലേ? അല്ലേ? ശരിക്കും ഈ പറയുന്ന അറബി എന്താന്നുള്ളത് ശരിക്ക് തിരിച്ചറിയാത്ത ആൾക്കാർ വരുന്നില്ലേ? എത്ര വരുന്നുണ്ട്? മലയാളികൾ മാത്രമാണോ ഖുത്ബക്കുള്ളത്? അല്ലല്ലോ, ബംഗ്ലാദേശുകാരില്ലേ, പല നാട്ടിലുള്ള ആൾക്കാരില്ലേ സഹോദരങ്ങളെ ഖുത്ബക്ക് വരുന്നവരില്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഭാഷയിൽ പ്രസംഗിക്കുക. അതൊരു പ്രസംഗമല്ല, അതൊരു ഇബാദത്താണ്. അതുകൊണ്ട് അതിനൊരു ഭാഷ ഉണ്ട്. നിസ്കാരത്തിന് ഭാഷ ഉള്ള പോലെ നിസ്കാരത്തിന് ഭാഷ അല്ലേ? നിസ്കാരത്തിന് അറബിയല്ലേ? നിസ്കാരത്തിനോടനുബന്ധിച്ചുള്ള മറ്റൊരു ഇബാദത്താണ് വാങ്ക്, അല്ലേ? അത് അറബിന്ന് മാറ്റിയിട്ടുണ്ട് ഇത്രയും കാലമായിട്ട്. നിസ്കാരത്തിനോട് അനുബന്ധിച്ചുള്ള വേറൊരു ഇബാദത്താണ് ഖുതുബ, അതും അറബി തന്നെ. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ അറബി അതിന് ഷർത്താണ്, അറബില്ലാതെ സ്വഹീഹാകൂല എന്ന് പറഞ്ഞത്. നാളിതുവരെ സ്വഹാബത്തും താബിയങ്ങളും കാണിച്ചു തന്ന അതേ മാതൃകയിലാണ് 2 ഹറമിലടക്കം ലോകത്തെല്ലായിടത്തും ഖുതുബ നിർവഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇത്രയും കാലഘട്ടത്തിൽ ഇങ്ങനൊക്കെ നിർവഹിച്ചു പോന്നിട്ട് ആരാപ്പതിന് മാറ്റം വരുത്തിയെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ കുറഞ്ഞ കാലമായിട്ടുള്ളൂ. അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബോദിയിട്ടും തുടക്കം കുറിച്ചിട്ടൊക്കെ കുറഞ്ഞ കാലമായിട്ടും, കൂടുതലൊന്നും ആയിട്ടില്ല. നമ്മളെ നാട്ടിൽ ആദ്യം തന്നെ പള്ളി നിർമ്മിച്ച സ്വഹാബിമാരല്ലേ? അവർ നിർമ്മിച്ച പള്ളികളിലൊക്കെ ഇന്നും ഖുതുബ ഏത് ഭാഷയിലാ? അറബിയിലാണ്. അല്ലേ ഏറ്റവും വലിയ തെളിവ്? നാടൻ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് തന്നെയല്ലേ? അവരീ നാട്ടിൽ വന്നപ്പോ ഈ നാട്ടിൽ അറബികളായിരുന്നോ സംസാരിച്ചിരുന്നവരോട്? അപ്പോഴും അവർ നിർവഹിച്ചു കൊടുത്തത് അറബിയിലല്ലേ ഖുതുബോദിയിട്ട്? അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളിൽ ആശങ്ക ഉണ്ടാകരുത്. ശരിയായ ഇൽമ് മനസ്സിലിട്ട് ഉറപ്പിക്കണം. ഇമാം നബി റളിയല്ലാഹു അൻഹു ഖുതുബയെ പറ്റി പറഞ്ഞത് യന്നഹു ദിക്റുൻ മഫ്റൂദുൻ, എന്തിന് അറബിയിലാകണം? അതൊരു ഫർളാക്കപ്പെട്ട ദിക്റാണ് ഖുതുബ. കത്തശഹുദി, അത്തഹിയാത്ത് പോലെ. അത്തഹിയാത്ത് എന്തിലാ ഓതല്?
അറബിയില്. വത്തക്ബീരി തക്ബീർ പോലെ തക്ബീർ അറബിയിലല്ലേ? വസ്സലാമി സലാം വീട്ടിൽ അറബിയിലല്ലേ? ഇതേപോലെ ഫർലാക്കപ്പെട്ട ഒരു ദിക്റാണ് ഖുതുബ. അതുകൊണ്ട് അതും അറബി ഭാഷയിലാകണം. അങ്ങനെയാണ് മഹാന്മാര് മനസ്സിലാക്കി തന്നത്. മാറാൻ പറ്റൂല. തിരിയണ്ടേന്ന് ആൾക്കാർ ചോദിക്കണത്. തിരിയാൻ ഖുതുബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് 10 മിനിറ്റ് പറയാൻ പറഞ്ഞാൽ മതിയല്ലോ, തിരിയല്ലോ. മിമ്പർമൻ തന്നെ തിരിയണമെന്നുണ്ടോ? തിരിയണമെന്നില്ലല്ലോ. തിരിയാനല്ലത്. അങ്ങനെയാണെങ്കിൽ തിരിയേണ്ട, ഏറ്റവും കൂടുതൽ തിരിയേണ്ട നിസ്കാരല്ലേ? നിസ്കാരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്, അത്തഹിയാത്തൊക്കെ മലയാളത്തിൽ പറഞ്ഞാലേക്കാരം ഒരു പക്ഷേ നിങ്ങൾക്ക് അറബിയിൽ പറയുന്നേക്കാളും ഖുശൂ ഉണ്ടാകുക അല്ലെ? അത്തഹിയാത്ത് മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു നോക്കി. എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധനായ അള്ളാഹുവിനാകുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ രക്ഷ. ഓ നബിയെ, അങ്ങേക്ക് അല്ലാഹു തആല അവിടുത്തെ സലാമത്ത് നൽകട്ടെ. ആ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ എന്തോ റാഹത്തുണ്ടല്ലേ, കേൾക്കുമ്പോ തന്നെ മനസ്സിലൊക്കെ ഖുശൂ കിട്ടുന്നില്ലേ? പക്ഷെ സംഗതി ബാത്തിലാണ്. ശരിയാകൂല, ഇബാദത്ത് ശരിയാകൂല. നിസ്കാരത്തിൽ ഇങ്ങനെ അല്ലാഹു അക്ബർ എന്നതിന്റെ അർത്ഥം എങ്ങനെ പറയുകയാണെങ്കിൽ അല്ലാഹു വലിയവൻ, അങ്ങനെ അതല്ലേ കൂടുതൽ മനസ്സിലേക്ക് റെഡിയാണ്. അവന് അങ്ങനെ പറഞ്ഞു കിട്ടിക്കൂടെ? പറ്റൂല. അത് അറബിയിലേ പറ്റുള്ളൂ, എന്നാലേ ഇത് സ്വഹിയാകുള്ളൂ. അതുപോലെ തന്നെയാണ് ഖുതുബയും. അതങ്ങനെ തന്നെ പഠിക്കണം. ആശയത്തിന് വ്യതിയാനം പാടില്ല. ഒന്നും കിട്ടൂല. കാരുണ്യ പ്രവർത്തനങ്ങളല്ല, ഇബാദത്തല്ല, ഒന്നും സ്വീകരിക്കൂല. സുമ്മ കാന മിനല്ലദീന ആമനു. ഇതൊക്കെ ചെയ്യുന്ന ആള് ഈമാനുള്ളവരെ കൂട്ടത്തിൽ പെടണം. വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമാ. അന്യോന്യം ക്ഷമ കൊണ്ട് ഉപദേശിക്കണം. പരസ്പരം ക്ഷമിച്ച് ജീവിക്കാൻ പറയണം. കുടുംബക്കാരോട്, സ്വന്തക്കാരോട്, അയൽക്കാരോട്, കൂട്ടുകാരോട് എല്ലാവരോടും സബർ കൊണ്ട് ഉപദേശിക്കണം. ദുനിയാവിൽ ഒരുപാട് കാര്യങ്ങൾ ക്ഷമിക്കേണ്ടി വരും. ആരാധനയുടെ മേല് ക്ഷമ വേണം. ബലാഇന്റെ മേല് ക്ഷമ വേണം. മാസിയത്തുകളിൽ നിന്ന് മാറി നിൽക്കാൻ ക്ഷമ വേണം. ഏറ്റവും വലിയ ക്ഷമ അസ്സബ്റു അനിൽ മഅസിയാ. കുറ്റം ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ. അതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സബർ. കാരണം മുമ്പ് കാലങ്ങളിലൊക്കെ കുറ്റവും തെറ്റുകളും ചെയ്യാൻ മറകൾ വേണ്ടിയിരുന്നു. ആരും കാണാത്തിടത്ത് പോകേണ്ടിയിരുന്നു. ഇന്ന് സൗകര്യങ്ങൾ വർദ്ധിച്ചു പോയി, സംവിധാനങ്ങൾ കൂടുതലായി പോയി, തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും സാഹചര്യങ്ങൾ ഏറിപ്പോയി. കിടക്കുന്ന റൂമിൽ വെച്ച് മുമ്പ് കാലങ്ങളിലൊന്നും സിനിമ കാണാൻ കഴിഞ്ഞിരുന്നോ? അതേ, അനാവശ്യം കാണാൻ കഴിഞ്ഞിരുന്നോ? ഇന്ന് ഒറ്റക്ക് തന്നെ അതിന് സൗകര്യങ്ങളും സംവിധാനങ്ങളും വന്നില്ലേ? അതുകൊണ്ട് ഏറ്റവും വലിയ ക്ഷമ അസ്സബ്റു അനിൽ മഅസിയാ. കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ക്ഷമയാണ് ഏറ്റവും വലിയ ക്ഷമ. അന്യോന്യം അത് ഉപദേശിക്കണം. ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, മക്കളോടും, മക്കള് ബാപ്പയോടും, കുടുംബങ്ങളോടും, സഹോദരങ്ങൾ അന്യോന്യവും, കുടുംബക്കാര് അന്യോന്യവും. വതവാസൗ ബിസ്സബ്രി. ക്ഷമ കൊണ്ട് അന്യോന്യം ഉപദേശിക്കണം. വതവാസൗ ബിൽ മർഹമാ. കാരുണ്യ പ്രവർത്തനത്തിന് അന്യോന്യം നിർദ്ദേശിക്കണം. അതിന് സംഘം ചേരണം. കൂട്ടം ചേർന്നിട്ട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ചെയ്യണം. നാട്ടിലുള്ള പാവങ്ങളെ ദത്തെടുത്ത് വളർത്തണം. അവർക്ക് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തണം. റമളാൻ മാസമാണ് 2 മാസം കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. അതിനോടനുബന്ധിച്ചും മറ്റുമൊക്കെ കാരുണ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം. ഈ സ്വഭാവങ്ങളൊക്കെയുള്ള ആളുകൾ ഉലൈക അസ്ഹാബുൽ മൈമന. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നല്ല നിലക്കുള്ള വിശ്വാസത്തോടുകൂടെ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ഉലൈക അസ്ഹാബുൽ മൈമന. അവർ അനുഗ്രഹീതരാണ്, ബറക്കത്തുള്ള ആളുകളാണ്, കാരുണ്യമുള്ള ആളുകളാണ്. അസ്ഹാബുൽ മൈമന, അവർക്ക് വലത്തേ കൈയിൽ കിതാബ് നൽകപ്പെടുന്നവരാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നവരാണ്, വലത്തേ ഭാഗത്ത് വലിയ സ്ഥാനം കൊണ്ട് അനുഗ്രഹിക്കുന്നവരാണ്, അർശിന്റെ വലത്തേ ഭാഗത്ത് തന്നെ സീറ്റ് കൊടുക്കുന്നവരാണ്. അതേ സമയത്ത് ഇതിന്റെ എതിരാളികളുണ്ട്. എതിരാളികളെ പറ്റി അല്ലാഹു തആല പറയുന്നു 2 ആയത്തിലൂടെ. വല്ലദീന കഫറൂ ബിആ
ബിആയാതിനാ ഹും അസ്ഹാബുൽ മശ്അമാ വല്ലദീന കഫറൂ ബിആയാതിനാ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് വിശ്വസിക്കാത്തവർ, തള്ളിക്കളയുന്നവർ, വേണ്ടതുപോലെ അത് ഗൗനിക്കാത്തവർ, ഖുർആനും ഹദീസും കൊണ്ട് തെളിവ് നിരത്തിയിട്ട് ഒരുപാട് അധ്യാപനങ്ങൾ പഠിപ്പിച്ചു, പക്ഷേ അതൊക്കെ നിരാകരിച്ചു, തള്ളിക്കളഞ്ഞു, അനുസരണക്കേട് കാണിച്ച് ജീവിച്ചു. ഹും അസ്ഹാബുൽ മശ്അമാ, അവർ ദുർഗുണമുള്ളവരാണ്, ഇടത്തേകയിലെ കിതാബ് നൽകപ്പെടുന്നവരാണ്, സുബ്ഹാനല്ലാഹ്, നരകത്തിലേക്ക് പോകാനുള്ളവരാണ്. ആ അർത്ഥങ്ങളിലൊക്കെ അസ്ഹാബുൽ മശ്അമാ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അലൈഹിം നാറും മുഅ്സദാ, അലൈഹിം നാറും മുഅ്സദാ, അവർക്ക് മേൽ ഉണ്ട്, നാറുൻ മുഅ്സദാ, അവർക്ക് കടക്കാനുണ്ട്. അവരെ തായോട്ടിട്ടിട്ട് മുകൾ ഭാഗത്ത് മുഴുവനും നരകമാണ്. ആ നരകമോ മുഅസ്സദത്തുൻ, കൊട്ടിയടക്കപ്പെടുന്ന നരകമാണ്. ഒരു കാലത്തും പുറത്തേക്ക് പ്രവേശിക്കാൻ ഒരു വാതിലും തുറക്കാതെ, ഒരു വിഷമത്തിനും പ്രതിസന്ധി നൽകാതെ, സുഗന്ധത്തിന്റെ ഒരു ചെറിയ രൂപം പോലും ലഭിക്കാതെ, നാറുൻ മുഅ്സദാ, അട്ടിയട്ടിയായി പൂട്ടപ്പെടുന്ന നരകം. അതിന് തട്ടുകളുണ്ട്, ഓരോ തട്ടുകളും പൂട്ടപ്പെടും. ശിക്ഷകൾ അങ്ങനെ തന്നെ തീരാത്ത രൂപത്തിൽ അല്ലാഹു തആല നൽകും. ഒരു ശിക്ഷക്കും കാലാവധിയില്ല. അതേ സമയത്ത് ഒന്നാമത്തെ തട്ട്, വിശ്വാസികളിലെ ദോഷികൾ കിടക്കുന്ന തട്ട്, ശിക്ഷയുടെ ഇളവ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ശഫാഅത്ത് മുഖേനയോ ഒന്നാം തട്ടിലെ ശിക്ഷിക്കുന്ന ആളുകളുടെ ശിക്ഷ കഴിഞ്ഞ് ഒന്നാം തട്ട് കാലിയാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ബാക്കി 6 തട്ടുകളും മുഴുവനും ശിക്ഷ തന്നെയാണ്. എല്ലാ സമയത്തും ശിക്ഷയാണ്. ഒരിക്കൽ പോലും ഒരു സുഖം അനുഭവിക്കുന്ന ഒരു ലോകം നരകത്തിലില്ല. അലൈഹിം നാറും മുഅ്സദാ. ഇവിടെ തിരിച്ച് അല്ലാഹു തആല പറഞ്ഞപ്പോ വല്ലദീന കഫറൂ ബിആയാതിനാ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒറ്റ വാചകത്തിൽ ഒതുക്കി. നമ്മൾ കുറെ കാര്യങ്ങൾ അവനോട് പറഞ്ഞു കൊടുത്തിട്ട് നന്ദികേട് കാണിച്ച് ജീവിച്ചു. മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ അവന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അവന് പറഞ്ഞു, ഞാനൊന്നും അതിന് ആളായിട്ടില്ല, എനിക്കൊന്നും അതിന് കൈവെത്തിയിട്ടില്ല എന്ന് പറഞ്ഞവൻ മാറി. ഖുർആനും ഹദീസൊക്കെ ഒരുപാട് അവന് പഠിപ്പിച്ചു കൊടുത്തു. അതൊക്കെ അങ്ങനൊക്കെ ഉണ്ടെങ്കിലും അന്ന് ഒറ്റടിക്ക് അനുസരിക്കാനും അംഗീകരിക്കാനും കഴിയില്ല എന്ന അർത്ഥത്തിൽ അവൻ നിഷേധിച്ചു. നന്ദി കെട്ടവനായി ജീവിച്ചു. വല്ലദീന കഫറൂ ബിആയാതിനാ, നമ്മുടെ അടയാളങ്ങളെ കൊണ്ട്, തെളിവുകളെ കൊണ്ട്, ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് നന്ദി കെട്ടവരായി, നന്ദികേട് പ്രവർത്തിക്കുന്നവരായി ജീവിച്ച ആളുകൾ ഹും അസ്ഹാബുൽ മശ്അമാ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അവരാണ് ദുർഗുണമുള്ള ആളുകൾ. സ്വന്തം ശരീരം കൊണ്ട് ഒരു ഉപകാരവും കിട്ടാതെ ആഖിറത്തിലെത്തിയിട്ട് തോൽക്കുന്ന ആളുകൾ അവരാണ്. ഫാസിഖീങ്ങൾ, പരാജയപ്പെടുന്ന ആളുകൾ അവരാണ്. അവർക്കൊന്നും കിട്ടാനില്ല. അലൈഹിം നാറും മുഅ്സദാ. നരകത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞപ്പോ കട്ടിയുള്ള ഒരു വാക്കാണ് നാറുൻ മുഅ്സദാ. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയാ പറഞ്ഞത്. നാറുൻ മുഅ്സദാ, മോചനം നൽകപ്പെടുന്ന ഒരു സ്ഥലം അല്ല. നരകത്തിന്റെ ഗൗരവം തന്നെ, നരകത്തെ പറ്റി പറഞ്ഞത് തന്നെ മുത്തുബഖ, അട്ടിയട്ടിയായി, ഒന്നിനു മേലെ ഒന്ന് ശിക്ഷയായിട്ട് വിവിധ തരം ശിക്ഷ നൽകപ്പെടുന്ന, ഒരുപാട് ശിക്ഷകളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരു ലോകമാണ് നരകമെന്ന ലോകം. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശ്വാസികളെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകണം. എന്നാൽ ആഖിറത്തിലുള്ള കടമ്പ അത് മുറിച്ചു കടക്കാൻ കഴിയും. ഈ കടമ്പ ആലോചിച്ചിട്ട്, ആഖിറത്തിലുള്ള കടമ്പ മുറിച്ചു കടക്കണ്ടേ എന്ന് ആലോചിച്ചിട്ട് വളരെയധികം വിഷമത്തോടെ ജീവിച്ച് എപ്പോഴും മുഖം നോക്കിയാൽ സങ്കടപ്പാടുകളോടെ കരയുന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്. ഇൽമു കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിച്ച വലിയൊരു മഹാനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പലപ്പോഴും മഹാനവറുകൾ കരയുമ്പോ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറയും, ഒന്നുമല്ല, ബുഅദുൽ മഫാസ, ആഖിറത്തിലേക്കുള്ള വഴി ദൂരം ആലോചിക്കുമ്പോ ഒരുപാട് ദൂരമുണ്ട്. ഖില്ലത്തുസ്സാദ്, എന്റെ കയ്യിൽ വിഭവങ്ങൾ കുറവാണ്. ളുഅഫുൻ നഫ്സി, ശരീരം ദുർബലമാണ്. വഅഖബത്തുൻ കഊദ്,
ഭാരിച്ച കടമ്പകൾ മുന്നിൽ ധാരാളം ഉണ്ട്. ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്നിലേക്ക് എത്തുമ്പോൾ അതിൽ വീണു പോകുമോ എന്ന് തോന്നും. അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് എത്തുമ്പോൾ ഇവിടെ ക്ഷീണിക്കുമോ എന്ന് തോന്നും. അത് കഴിഞ്ഞ് മൂന്നാമത്തതിലേക്ക് എത്തുമ്പോൾ ഇവിടെ കുഴങ്ങുമോ എന്ന് തോന്നും. സഹോദരങ്ങളെ, എമിഗ്രേഷൻ ക്ലിയറൻസ് മൊത്തം കഴിഞ്ഞിട്ട് അതേ ഇനി സമയമാകുമ്പോ ഒന്ന് കയറിയാൽ മതി എന്ന് ആലോചിക്കുന്ന ആള് എത്ര സന്തോഷത്തോടെയാണ് യാത്രക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത്. അതേ സമയത്ത് എയർപോർട്ടിലെത്തിയിട്ട് എമിഗ്രേഷൻ ചെക്കിങ്ങിൽ തന്നെ കുടുങ്ങിപ്പോയി. നിനക്ക് പോകുന്നതിന് രേഖാസംബന്ധമായ ചില തകരാറുകൾ, കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തപ്പെട്ട ആളെ മനസ്സിൽ എന്തൊരു വിഷമമുണ്ട്. ഇത്രയും ചെലവ് ചെയ്ത് പ്രതീക്ഷയോടെ പോകുന്നൊരു യാത്ര കുടുംബക്കാരോടൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടത് മുടങ്ങിപ്പോയോ എന്നൊരു ദുഃഖം എത്രമാത്രം മനസ്സിലുണ്ട്. ആഖിറത്തിലെയും സംഭവം അങ്ങനെയാണ്. ഒരുപാട് പോയിന്റുകളുണ്ട് ആഖിറത്തിൽ. ഒന്ന് കഴിഞ്ഞാൽ അടുത്തൊന്ന് വരുമ്പോ വീണ്ടും ക്ഷീണം തോന്നുകയാണ്, ഇവിടെ തകരുമോ എന്ന് തോന്നുകയാണ്. അവസാനം രക്ഷ തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? ഏറ്റവും വലിയ കടമ്പയായ സിറാത്ത് അത് വിട്ട് കടന്നിട്ട് രണ്ട് കാലും അപ്പുറത്തെത്തിയാൽ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. രണ്ട് കാലും സ്വർഗത്തിലെത്തിയ ശേഷം വിശ്വാസികൾ ആദ്യം പറയുന്നൊരു വാക്കാണത്, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. ഈ വഴിയിലേക്ക് ഞങ്ങളെ നീ ചേർത്ത് തന്നല്ലോ. നിന്റെ നിശ്ചയമില്ലെങ്കിൽ, നീ ഞങ്ങളിതിലേക്ക് വിധി കൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും ഈ മാർഗത്തിലെത്താൻ കഴിയുകയില്ല. അങ്ങനെ സന്തോഷം പറയുന്ന ആ ഒരു രംഗം അതെത്തുന്നത് വരെ സഹോദരങ്ങളെ സമാധാനമില്ല. സത്യത്തിൽ ഓരോ ഘട്ടങ്ങൾ മുന്നിൽ വരുമ്പോഴും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മഹാനവർകൾ ആഖിറത്തെ സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് കേട്ടിട്ട് ദുനിയാവിലുള്ള സുഖ സൗകര്യങ്ങളൊക്കെ ചുരുക്കിയിട്ട് വളരെയധികം ഭക്തിയോടെ ജീവിതം നയിച്ച മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അവരെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ഒരൊറ്റ ഹദീസാണ്, ഇന്ന ബൈന ഐദീകും അഖബതൻ കഊദാ. നിങ്ങളെ മുന്നിൽ പ്രയാസമേറിയ ഒരുപാട് കടമ്പകൾ വരാനുണ്ട്. ലാ യജൂസുഹാ ഇല്ലാ കുല്ലു ളാമിരിൻ മഖ്സൂൽ. ആ കടമ്പ മുറിച്ച് കടക്കൂല. ഇല്ലാ കുല്ലു ളാമിരിൻ മഖ്സൂൽ. മെലിഞ്ഞ ശരീരം, എല്ലാ അർത്ഥത്തിലും മെലിഞ്ഞുപോയി, ക്ഷീണിച്ചുപോയി, ആഖിറത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് വല്ലാതെ പ്രയാസപ്പെട്ട് ജീവിച്ചു പോയി. അങ്ങനെ മെലിഞ്ഞൊട്ടിയ ശരീരമല്ലാതെ രക്ഷപ്പെടൂല, വിട്ടുകടക്കൂല എന്ന ഹദീസ് ആലോചിച്ച് ജീവിച്ചിട്ട് സുഖ സൗകര്യങ്ങൾ മുഴുവനും കയ്യൊഴിഞ്ഞ് ജീവിച്ച മഹാനാണ് സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഭരണം കിട്ടിയിട്ടും സഹോദരന്മാരെ സുഖിച്ച് ജീവിക്കണം എന്ന നിലപാടല്ല അവർ സ്വീകരിച്ചത്. ഭരണം കിട്ടിയിട്ടും ആഖിറം ആലോചിച്ച് മാത്രം ജീവിച്ചു. ഭരണമല്ലേ, ഇസ്ലാമിക് ഭരണമല്ലേ ജനങ്ങൾ കൂടിയിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. ആ ഭരണത്തിന്റെ ഒരു ചെറിയ സ്ഥാനത്ത് തന്റെ മകൻ അബ്ദുൽ മലിക്കിനെ ചുമതലപ്പെടുത്തിയപ്പോ അബ്ദുൽ മലിക് മദീനയുടെ ഭരണാധികാരിയായി, ഗവർണറായി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മോതിരം മകൻ വാങ്ങി. ആ മോതിരത്തിന് 1000 ദിർഹം ചെലവഴിച്ചു എന്നുള്ള വിവരം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയപ്പോ മഹാനവർകൾ മകന് കത്തെഴുതുന്നു, മോനെ 1000 ദിർഹമിന്റെ മോതിരം വാങ്ങിയിട്ട് സുഖിക്കേണ്ട ആളല്ല നീ. ആ മോതിരം വിറ്റിട്ട് 1000 പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, പാവങ്ങളെ നീ സഹായിക്കണം. ആ മോതിരത്തിന് പകരം 1000 ദിർഹമിന്റെ മോതിരത്തിന് പകരം നീ ഒരു
ഇരുമ്പിന്റെയോ ചെമ്പിന്റെയോ മോതിരം വാങ്ങി ധരിച്ചോ. എന്നിട്ട് ആ മോതിരത്തിന്റെ മേലെ ഒരെഴുത്ത് നീ എഴുതി വെക്കണം. റഹിമല്ലാഹും റഅൻ അറഫ ഖദ്റ നഫ്സിഹി, റഹിമല്ലാഹും റഅൻ അറഫ ഖദ്റ നഫ്സിഹി. സ്വന്തം ശരീരത്തിന്റെ അളവും തൂക്കവും മൂല്യവും തിരിച്ചറിഞ്ഞ് ജീവിച്ച ആൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നൊരു സന്ദേശം നിന്റെ മോതിരത്തിന്റെ കല്ലിൽ നീ കൊത്തിവെക്കണം. ബാപ്പ മകനോട് കത്തെഴുതിയിട്ട് കൊടുക്കുന്നൊരു ഉപദേശമാണ്. സ്വന്തം മകന് ചെറിയ ഒരു ഭരണം ഏൽപ്പിച്ചപ്പോഴേക്ക്, ചെറിയ ഒരു നാടിന്റെ, നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു ജില്ലന്റെ ഭരണം എന്നൊക്കെ പറയും പോലത്തെ ഒരു ഭരണം ഏൽപ്പിച്ചപ്പോഴേക്ക് മകൻ എനിക്ക് ഭരണം കിട്ടിയല്ലോ എന്നുള്ള സുഖത്തില് നല്ല വിലപിടിപ്പുള്ള ഒരു മോതിരം വാങ്ങിയപ്പോഴേക്ക് ബാപ്പ കത്തെഴുതിയിട്ട് പറഞ്ഞു അത് പറ്റൂല. അങ്ങനത്തെ ഒരു വലിയ വിലപിടിപ്പുള്ള മോതിരം ഭരണാധികാരിയായതിനു ശേഷം നീ ധരിക്കുന്നു. മുമ്പേ നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ നീ അങ്ങനെ ധരിക്കുമ്പോ ഒരുപാട് പാവങ്ങൾ നിന്റെ ഭരണത്തിന്റെ കീഴിൽ ജീവിക്കുന്നുണ്ട് എന്ന് നീ ഓർക്കണം. നീ അവരുടെയൊക്കെ പ്രയാസങ്ങൾ അകറ്റേണ്ട ആളാണ്, നീ സുഖിച്ച് ജീവിക്കേണ്ട ആളല്ല എന്ന് മകന് കത്തെഴുതി പഠിപ്പിച്ച ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സർവ്വ സുഖങ്ങളും സൗകര്യങ്ങളും വേണ്ട എന്ന് വെച്ചത് സഹോദരങ്ങളെ ആഖിറത്തിലുള്ള കടമ്പ ആലോചിച്ചുകൊണ്ടാണ്. മുന്നിൽ ഒരുപാട് കടമ്പകൾ വരുന്നതിൽ ഏറ്റവും ആദ്യം വിശ്വാസികൾ ഭയപ്പെടുന്ന പേടിക്കുന്ന ഒരു രംഗമാണ് കിതാബിന്റെ വിതരണം നടത്തപ്പെടുന്നു എന്നുള്ളൊരു മെസ്സേജ് വരുമ്പോൾ. കിതാബുകൾ വിതരണം ചെയ്യാൻ പോകാൻ എല്ലാവർക്കുള്ള കിതാബുകൾ അവരുടെ പ്രവർത്തന രേഖ, പ്രവർത്തനത്തിന്റെ ഏട്, എത്ര കാലം ജീവിച്ചു എന്നതിന്റെ ആ മുഴുവനായിട്ടുള്ള റിസൾട്ട് കൈമാറാൻ പോകുന്നു എന്നുള്ള ഒരു അനൗൺസ്മെന്റ് വരുമ്പോഴേക്ക് ജനങ്ങളൊക്കെ പേടിച്ചുപോയി. അല്ലാ, ഏത് കയ്യിലാണ് കിതാബ് ലഭിക്കുക എന്നുള്ള ഭയപ്പാടോടുകൂടെ വലം കൈയിൽ കിതാബ് നൽകപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മോട് ബന്ധമുള്ള സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളെയും ആ ശ്രേഷ്ഠ വിഭാഗത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. വലത്തെ കൈയിൽ കിതാബ് നൽകപ്പെടാതെ ഇടത്തെ കൈയിൽ കിതാബ് നൽകപ്പെട്ട ആള് എത്രമാത്രം വലിയ സങ്കടമാണ് അവിടെ പറയുന്നത്. ആഖിറത്തിൽ ഞാൻ തോറ്റു, എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ എന്തും കൊടുക്കാൻ അവിടെ തയ്യാറാകും. കൊടുക്കേണ്ട ലോകം അവിടെ അല്ല, ഇവിടെയാണ്. അവിടെ എന്തും കൊടുക്കാൻ ഒരുങ്ങും. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനി. സ്വന്തം മക്കളെ കൊടുത്തിട്ട് അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷ കിട്ടുമോ എന്ന് കുറ്റവാളി ചിന്തിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അത്. വേണമെങ്കിൽ ഭാര്യയെ കൊടുക്കാം, കൂട്ടുകാരനെ സ്വന്തം സഹോദരനെ കൊടുക്കാം, ബാപ്പയെയും ഉമ്മയെയും വേണമെങ്കിൽ കൊടുക്കാം. എന്നാലും വേണ്ടില്ലായിരുന്നു സ്വന്തം തടി രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനൊന്നും ചിന്തിച്ചിട്ട് മോചനദ്രവ്യം കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ലോകമല്ല. ഇടത്തെ കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ഒരാള്, വലത്തെ കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആളും രണ്ടും രൂപഭാവങ്ങൾ മാറുന്നുണ്ട്. വലത്തെ കൈയിൽ കിതാബ് കിട്ടുന്ന ആള് കിതാബ് വായിക്കാൻ വേണ്ടി മലക്കുകൾ പറയുമ്പോ തിരിച്ച് അയാൾ പറയുന്ന ഒരു പ്രതികരണം എന്താ? ഇന്നി ലനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ. ഇങ്ങനൊക്കെ ഒരു വിചാരണ വരാനുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ജീവിച്ച ആളാണ് ഞാൻ. ഇന്നി ലനന്തു, ഞാൻ ഉറപ്പിച്ച് ജീവിച്ചിട്ടുണ്ട്, ഉറച്ച് വിശ്വസിച്ചിട്ടാണ് എന്റെ ജീവിതം മുന്നോട്ട് നീങ്ങിയത്. അന്നീ മുലാഖിൻ ഹിസാബിയ, ഒരു വിചാരണ എനിക്ക് വരാനുണ്ട് എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് ദുനിയാവ് തന്നെ ഉണ്ട്. തോന്നും പോലെ ജീവിച്ച ആളല്ല, തോന്നും പോലെ പണം ശേഖരിച്ച് തോന്നും പോലെ ചെലവഴിച്ചാളുമല്ല. ഇതിനൊക്കെ ഒരു വിചാരണ ഉണ്ട്, ചോദ്യമുണ്ട്, ഉത്തരമുണ്ട്. അതൊക്കെ ഓരോ വഴിക്ക് ഇങ്ങനെ വരാനുണ്ട് എന്ന ഉറപ്പോടെ ജീവിച്ച ആളാണ് ഞാന്. എന്റെ കിതാബ് വായിക്കുന്നതിന് എനിക്ക് യാതൊരു കുഴപ്പമില്ല. വന്നോളൂ, എന്റെ കിതാബ് വായിച്ചോളൂ, ആർക്കും വായിക്കാം എന്റെ കർമ്മരേഖ. എത്ര ഒരു ധൈര്യമാണ് ആ പ്രഖ്യാപനത്തിന്. വലത്തെ കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആളുടെ ഭാവം നോക്ക് നിങ്ങൾ. അതേ സമയത്ത് വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയാ. ഇടത്തെ കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആൾ ആദ്യം വിലപിക്കുന്നത്, എനിക്ക് കിതാബ് നൽകപ്പെട്ടിരുന്നില്ല എങ്കിൽ എത്ര നന്നായിരുന്നു. ഇങ്ങനെ ഒരു കിതാബ് എന്റെ കയ്യിൽ തരാൻ ഏതെങ്കിലും രൂപത്തിൽ എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുന്നൊരു ലോകമാണെങ്കിൽ
യാ ലൈതനീ ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ. എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ ചിന്തിച്ചു ജീവിച്ചില്ല. എനിക്കൊരു വിചാരണ വരാനുണ്ട് എന്ന് ഞാൻ ബോധ്യപ്പെട്ട് ജീവിച്ചില്ല. എല്ലാവരും സുഖിച്ച കൂട്ടത്തിൽ ഞാനും സുഖിച്ചു, എല്ലാവരും രസിച്ചപ്പോൾ ഞാനും രസിച്ചു. ദുനിയാവ് സുഖത്തിനും രസത്തിനും സന്തോഷത്തിനും ഉള്ള ഒരു ലോകമാണെന്ന് പലരും വിധിയെഴുതിയപ്പോൾ ഞാനും അതിൽ കുടുങ്ങി. നിബന്ധനകളും നിർബന്ധങ്ങളും സുന്നത്തുകളും പാലിക്കുന്നിടത്തോ ശ്രദ്ധിക്കുന്നിടത്തോ എന്റെ ജീവിതം ഞാൻ നീക്കിയില്ല. എന്റെ ജീവിതത്തിന് സുഖം, രസം, ഹരം, ഹോബി, ഹാപ്പി, ഇങ്ങനെ കുറെ വാചകങ്ങൾ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിലങ്ങ് ചെലവഴിച്ചു. നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ തടിച്ചു കൂടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെ? അനിഷ്ട സംഭവങ്ങൾ, ഇസ്ലാം വിലക്കിയ സംഭവങ്ങൾ. അങ്ങനെ ഒരു പ്രോഗ്രാം നടന്നാൽ നമ്മളെ നാട്ടിൽ നിന്ന് എത്ര ലക്ഷം ആൾക്കാർ അവിടെ കൂടുക? കയ്യിൽ നയാ പൈസ ഇല്ലാത്തവനും കടം വാങ്ങിയിട്ടെങ്കിലും പോകുക കൊടുക്കുക. നിങ്ങളൊന്ന് കൂട്ടിക്കൊള്ളു, ഈ നാട്ടിൽ എവിടെങ്കിലും ഒരു 10 ലക്ഷം ആളുകൾക്ക് സംബന്ധിക്കാൻ പറ്റുന്ന ഒരു വേദിയിൽ ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും അറിയപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാർ സിനിമാ താരം വന്നിട്ട് ഒരു അരമണിക്കൂർ നേരം അഭിനയിച്ച് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ ഉണ്ടാകും? മുസ്ലിം സഹോദരങ്ങൾ, സഹോദരിമാർ അവിടെ പോയിരിക്കാൻ എത്ര പേരുണ്ടാകും സഹോദരങ്ങളെ? ഹറാമെന്നറിയാത്തോണ്ടാ? ആ സമയം ചെലവഴിക്കാൻ അങ്ങനെ പോകാൻ പാടില്ല എന്നറിയത്തോണ്ട? കാശ് ചെലവഴിക്കാൻ പാടില്ല എന്നറിയത്തോണ്ടാ? ഫസ്റ്റ് ടിക്കറ്റ് എടുക്കാനായിരിക്കും അധികം ആൾക്കാർക്കും മോഹം. ഫസ്റ്റ് ടിക്കറ്റിന് എത്ര വേണ്ടത്? ഇതിന് 1000 വേണം. 1000 അല്ലേ ഉള്ളൂ, കൊടുത്തേക്ക. അതൊക്കെ 2 ദിവസം കൊണ്ട് അധ്വാനിക്കാൻ കഴിയൂലേ? ഓൻ്റെതാണ് ആരോഗ്യം എന്നുള്ളതാണ് അവനാ ചിന്തിക്കുന്നത്. ശരീരം ഓൻ്റെതാണ്, ആരോഗ്യം ഓൻ്റെതാണ്, ഒക്കെ അവന് സ്വന്തം കിട്ടിയതാണ്, പൊരേന്നൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ്, കുറെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുത്താന്നൊക്കെയാ ചിന്തിക്കുന്നത്. ഒരൊറ്റ നേരം ഒരു ബ്ലോക്ക്, ഒരു രക്തത്തിന്, ഒരു നീരിന്, നീർക്കെട്ടിന് ചെറിയൊരു അനുഭവം വരുമ്പോഴേക്ക് വിളിച്ചുപോയി, അള്ളാനെ വിളിച്ചു, അല്ലാ പടച്ചോനെ, ഞാൻ ഇനി ഒരു നിലക്കുമില്ലട്ടോ, ഞാൻ ചെയ്തതോ ചെയ്തു, ഇനി ഞാൻ ഇല്ലട്ടോ, ഇനി ആ രംഗത്തുമില്ല, ഞാൻ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകൂല, ഞാൻ മടങ്ങി. അള്ളാഹുത്താല ഓ നന്നാകുന്ന കരുതിയിട്ട് ആഫിയത്ത് അങ്ങോട്ട് ഇട്ടുകൊടുത്തു. എല്ലാരും മൂമിനിങ്ങളെ പ്രാർത്ഥനയും ഓന്റെ ഉമ്മയും ബാപ്പയും കൊടുത്ത സ്വതക്ക നേർച്ചയൊക്കെ പരിഗണിച്ചിട്ട് നല്ലോണം ആഫിയത്തിൽ ഉഷാറായി വന്നാൽ ഇപ്പറഞ്ഞ മറക്കൂലേ? ഈ പറഞ്ഞത് പറഞ്ഞിട്ട് പിന്നെയും പോകൂലേ സഹോദരങ്ങൾ ആ വഴിയിലേക്ക്? അതാണ് ഭൗതികതയുടെ അതിപ്രസരം എന്ന് പറഞ്ഞാൽ. ആളുകൾ ഏറ്റവും കൂടുതൽ കാണാൻ ഏറ്റവും ഇമ്പത്തോട് ആഗ്രഹിക്കുന്ന അതാണ് അല്ലേ? കൂട്ടം കൂടിയിട്ട് നമ്മുടെ സമൂഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് 90-ൽ അല്ലെങ്കിൽ 100-ൽ 95-ഉം അല്ലെങ്കിൽ 90-ഉം ഹറാമുകളാണ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ നാട്ടിലൊക്കെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല, നടത്തണമെങ്കിൽ നടത്തിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. മട്ടത്തിലാണെങ്കിൽ നല്ലതാണ് കുടുംബ സംഗമം. മട്ടത്തിലാകണേ, അതിന്റെ മട്ടത്തിലാകണം. ചക്കരച്ചോറ് വെച്ച് വിളമ്പിയാകരുത്. ആണും പെണ്ണും കശപിശയിരുന്നിട്ട് കുറെ ആണുങ്ങളും കുറെ പെണ്ണുങ്ങളും കൈകൊട്ടി പാട്ടുപാടിയിട്ട് രസിച്ച് സുഖിച്ചിട്ട് ഇനി അടുത്തത് നമ്മളെ മറ്റേ കുടുംബത്തിന്റെ താവഴിയിലുള്ള ഒരു താത്തണ്ട്, താത്ത പാടും, ഇപ്പുറത്ത് ആ മുപ്പര സഹോദരൻ കൊട്ടും ചെയ്യും, പാടും ചെയ്യും, രണ്ടാളും മുട്ടും കൊട്ടും, ഒന്നിങ്ങനെ ചെറിയ രൂപത്തിൽ ഇങ്ങനെ നൃത്തം വെക്കും ചെയ്യും. അതാണ് നടക്കാൻ പോകുന്നത്. ഒന്നും വേണ്ട. ആ നൃത്തവും ആ പാട്ടും ആ ഡാൻസും ആ കൂത്തും ഹറാമാണ്. അതിനല്ലേ ആള് കൂടുക. ഒന്നിനും ഒരു നിർബന്ധമായിട്ടുള്ളൊരു വിഷയത്തിന് വരാൻ തിരക്കാന്നൊക്കെ തോന്നുന്ന ആൾക്കും അതിന് തിരക്കുണ്ടാവില്ല, അതിനൊരു പ്രശ്നം ഉണ്ടാകൂല. കുടുംബ സംഗമം, കുടുംബങ്ങളൊക്കെ ഒരുമിച്ച്, പഴയ കാലത്തൊക്കെ ഉണ്ടായാൽ തറവാട്ട് മീറ്റിൽ കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് പെണ്ണുങ്ങൾ വേറൊരു ഭാഗത്തിരുന്ന് കുടുംബത്തിന്റെ താവഴികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി, കുടുംബത്തിലെ കാരണവന്മാർക്കൊക്കെ ഒരു ആദരവൊക്കെ കൊടുത്ത്, കുടുംബത്തിന്റെ ബന്ധങ്ങളും മറ്റും പ്രത്യേകതകളൊക്കെ പറഞ്ഞ് ദുആ ചെയ്ത്, രോഗികൾക്കൊക്കെ ദുആ ചെയ്ത്, ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്ത, നല്ല നല്ല പഠനങ്ങളിലൊക്കെ മുന്നേറിയ ആളുകൾക്ക് സമ്മാനം കൊടുത്ത് സന്തോഷത്തോടെ പിരിയുന്നുണ്ട്. റാഹത്താണ്, നല്ലതാണ്. കുടുംബബന്ധം ഉണ്ടാകാൻ നല്ലതാണ്. പക്ഷേ അതൊക്കെ ഉണ്ടാക്കും, ഇതൊക്കെയാണ് ആദ്യം പറയാം, അതൊക്കെ പദ്ധതി ഇതാ ഉണ്ടാകുക. പിന്നെ ഏതെങ്കിലും 1 or 2 ഫിത്നക്കാർ കയറിയിട്ട് പറയും അതൊരു മോഡിഫിക്കേഷൻ ആണ്ടേ, ഒരു പാഞ്ചത്ത് നിന്ന് മാറിയിട്ട് ഒരു കാലികമായിട്ടാകണ്ടേ.
അതിനെ ആൾക്കാർക്ക് ഒരു രസം ഉണ്ടാക്കാന്, ഒരു സന്തോഷം ഉണ്ടാക്കാന്, ഓൽക്കൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ട്രെൻഡ് ആകേണ്ടത്. അതിനു വേണ്ടി അടുത്ത വർഷം ഇതൊക്കെ നടക്കണമെങ്കിൽ പുതിയ എന്തെങ്കിലും 2 പരിപാടി വെക്കണം. ഇങ്ങനെ എന്തെങ്കിലും 3-4 അതിലേക്ക് കോർത്തിടും. അതോടുകൂടി ആ ചെയ്ത പ്രവർത്തനങ്ങൾ മൊത്തം ബാത്തിലാകുന്ന രൂപത്തിലായി. അങ്ങനെ വരരുത്. അങ്ങനെയുള്ള സംഗമങ്ങളെ കൊണ്ട് കാര്യമില്ല. പേര് ചിലപ്പോൾ ഒരു ഉസ്താദിനെ തങ്ങളെ വിളിച്ച് ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു ദ്വായം സംഗതി അവര് പോയിട്ടുണ്ടാവും. പിന്നെ നടക്കുന്ന വാക്കുള്ള മുറകളൊന്നും പറയാതിരിക്കുക നല്ലത്. അത് വേണ്ട. കുടുംബ സംഗമങ്ങൾ നടത്തിക്കോളൂ. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വന്ന്, കുടുംബക്കാർ പെണ്ണുങ്ങളൊക്കെ അവിടെ ഒരു ഭാഗത്തിരുന്ന്, ആണുങ്ങളൊരു ഭാഗത്തിരുന്ന് കുടുംബ ബന്ധങ്ങളും മറ്റൊക്കെ പറഞ്ഞ് തറവാട് വഴികളൊക്കെ പരിചയപ്പെടുത്തിയിട്ട് സൂക്കേടും മറ്റൊക്കെ ഉള്ള ആളുകൾക്ക് ദ്വാരുന്നിട്ട് കുടുംബത്തിന്റെ മാഹാത്മ്യമൊക്കെ പറഞ്ഞ് നമ്മളെ കുടുംബത്തിലെ ഓരോരുത്തരും പഠിക്കുന്ന സ്ഥാനങ്ങളും മറ്റൊക്കെ കണ്ടവരെ സഹായം ചെയ്ത് പാവങ്ങളായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സംഭാവനയൊക്കെ പിരിച്ച് നല്ല രൂപത്തിലാണെങ്കിൽ നല്ലതാണ്. ഒരു തെറ്റുമില്ല അതിൽ. അത് കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കാനും മുന്നോട്ട് പോകാനൊക്കെ നല്ലതാണ്. അതേ സമയത്ത് അതിനെതിരായ രൂപഭാവങ്ങൾ വന്നാൽ ഒക്കെ കുളം തോണ്ടിപ്പോകും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. അത് സൃഷ്ടിക്കപ്പെടരുത്. അതില്ലാതിരിക്കാനാണ് സഹോദരങ്ങളെ നല്ല ഈമാനും തഖ്വയും വെച്ചിട്ട് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാഹു തആല നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ. പല വഴികളിലൂടെയും കടന്നു വരുന്നത്, കൂടിക്കൂടി വരുന്നത് അത്തരത്തിലുള്ള മാർഗങ്ങളാണ്. പേരിന് സഹായങ്ങൾ ഉണ്ടാകും, സഹകരണങ്ങൾ ഉണ്ടാകും. അത് പോരാ. കുടുംബക്കാരെ അറിഞ്ഞ് നല്ല രൂപത്തിലും നല്ല ഭാവത്തിലും കൊടുക്കാൻ കഴിയണം. ആഖിറത്തിൽ നമ്മളൊക്കെ പതറിപ്പോകുന്ന എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് തുണയായിട്ട്, നമുക്ക് കൈപിടിക്കാനും, നമ്മെ രക്ഷപ്പെടുത്താനും, നമുക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിച്ചു തരാനും മുന്നോട്ടുണ്ടാകുന്നത് ഒരേ ഒരു വ്യക്തിത്വമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓരോരുത്തരും പാലം കടക്കുമ്പോൾ നമുക്ക് വേണ്ടി ദ്വാരക്കാൻ അവിടെ ബാപ്പല്ല ഉള്ളത്, ഉമ്മല്ല ഉള്ളത്, ഉസ്താദല്ല ഉള്ളത്. സിറാത്തിന്റെ തൂണും പിടിച്ച് അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹുമ്മ സല്ലിം സല്ലിം, രക്ഷപ്പെടുത്ത് അല്ലാ, രക്ഷപ്പെടുത്ത് അല്ലാ, രക്ഷപ്പെടുത്ത് അല്ലാ എന്ന് ദ്വാരക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് തങ്ങളെ സ്നേഹിക്കുക, തങ്ങളെ ശരീഅത്ത് പിൻപറ്റിക്കൊണ്ട് ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുക. നേരത്തെ പറഞ്ഞ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യങ്ങളായി നമ്മൾ മുന്നേറുക. അതിനുവേണ്ടി ഈമാനോടുകൂടെ ഇഖ്ലാസോടുകൂടെ അമലുകളൊക്കെ ചെയ്യുക. ഈ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ആഖിറത്തിൽ പ്രതിഫലിക്കണം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകണം, പരലോകത്ത് കടമ്പ മുറിച്ചു കടക്കാൻ പറ്റുന്ന തരത്തിലാകണം. പലരും പറയും അവിടെ എത്തുമ്പോ, പടച്ചോനെ ഞങ്ങളും ദുനിയാവിൽ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയും. ആ ചെയ്തതൊക്കെ മുന്നോട്ട് വെക്കാൻ പറയും. ചെയ്തതൊക്കെ മുന്നോട്ട് വെക്കുമ്പോ എങ്ങനെ ഉണ്ടാകും? ദുനിയാവിൽ വെച്ച് വിശ്വാസമില്ലാത്ത ആളുകൾ ചെയ്തു കൂട്ടിയ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. സേവന പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഫജഅൽനാഹു ഹബാഅം മൻസൂറാ. ഒന്നും അവിടെ കാണാനുണ്ടാകൂല. ഒക്കെ വിതറപ്പെട്ട ധൂളികളെ പോലെ, മുന്നിൽ കാണാനോ രേഖപ്പെടുത്തിയതായൊന്നും കാണാനോ ഉണ്ടാകില്ല. കിതാബുകൾ നോക്കുമ്പോ സേവന പ്രവർത്തനങ്ങളുണ്ട്, പക്ഷേ ഒക്കെ മാഞ്ഞ രൂപത്തിലാണ്. നേർക്ക് നേരെ ഒന്നും വായിക്കാൻ കഴിയുന്ന രൂപത്തിലില്ല. എന്താണ് ഇതിലുള്ളതൊന്നും தெரியாത്തത്, ഒന്നും കാണാത്തത്? നീ പലതും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒന്നും ഷർത്തക്കാത്ത രൂപത്തിലാണ്. നിനക്ക് ഈമാനും ഇഖ്ലാസും ഒക്കെ വേണ്ടിയിരുന്നു. ആഖിറത്തിലെത്തിയിട്ടത് ഫലിക്കാൻ, ഇവിടെ എത്തിയിട്ട് അതിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ നിനക്ക് ഈമാൻ നിബന്ധനയായിട്ടുണ്ടാകേണ്ടിയിരുന്നു. ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആഖിറത്തിലെത്തിയിട്ടതൊന്നും കാണാൻ കഴിയില്ല. അതൊന്നും നിനക്ക് സുഖിക്കാനോ ഫലിക്കാനോ ഉള്ളതാകില്ല. ദുനിയാവിൽ വെച്ച് നീ ചെയ്തു കൂട്ടിയിട്ടുള്ളത് ശരിയാണ്, അതിനുള്ളതൊക്കെ നിനക്ക് ദുനിയാവിലും തന്നിട്ടുണ്ട്. ഇവിടെ വെച്ച് നിനക്കത് നൽകാൻ നിനക്ക് ഏറ്റവും വലിയ നിബന്ധനയായി വേണ്ട ഈമാൻ ദുനിയാവിൽ നീ സ്വീകരിക്കാത്തത് കൊണ്ട് നീ ചെയ്ത സുഹൃതങ്ങൾ, പ്രവർത്തനങ്ങളെല്ലാം നിനക്ക് നഷ്ടമായി പോയി. അധ്വാനിച്ച ആളുകളാണ്. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് ആമിലത്തുൻ നാസിബ. അധ്വാനിച്ച് പണിയെടുത്ത് ക്ഷീണിച്ച് തളർന്ന മുഖങ്ങൾ. പക്ഷേ കിടക്കുന്നത് എവിടെയാണ്? തസ്ലാ നാറൻ ഹാമിയ. ഇവിടെ ചെയ്ത അധ്വാനങ്ങളും കാര്യങ്ങളൊക്കെ, ആ അധ്വാനങ്ങളൊക്കെ അതിന്റെ കൂടെ ചെറിയൊരു ഈമാൻ ഉണ്ടെങ്കിൽ
ഭക്ഷണം കഴിക്കാതെ, ഒരു ഭക്ഷണവും കഴിക്കാതെ ധ്യാനമിരിക്കുന്ന ഒരു പുരോഹിതനായ യഹൂദിയെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലോ, ആ ഇരുത്തത്തിന്റെ കൂടെ ഒരു ഈമാനും കൂടി ഉണ്ടെങ്കിൽ എന്തൊരു സുഖമായിരുന്നു. ഇവിടെ വലിയ ക്ഷീണല്ലേ അനുഭവിക്കുന്നത്, വലിയ പ്രയാസല്ലേ അനുഭവിക്കുന്നത്. ആഖിറത്തിലെത്തുമ്പോ ക്ഷീണിച്ച മുഖങ്ങൾ, അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ ഒന്നും കാണാനില്ല. തസ്ലാ നാറൻ ഹാമിയ, കത്തിയാളുന്ന, ചൂടിന്റെ ഡിഗ്രി കുറയാത്ത, എപ്പോഴും ഒരേ ചൂടിൽ നിലനിൽക്കുന്ന നരകത്തിലേക്കാണ് ആ മുഖങ്ങൾ, ആ ശരീരങ്ങളൊക്കെ പ്രവേശിക്കുന്നത്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒന്നും സ്വീകരിക്കാത്ത രൂപത്തിലായി മാറിയിട്ടുണ്ട്. അതേ സമയത്ത് സ്വീകരിക്കുന്ന രൂപത്തിൽ ചെയ്തതോ, വുജൂഹു യൗമൈദിൻ നാഇമ ലിസഅയിഹാ റാദിയ, അവർ ചെയ്ത അധ്വാനത്തിന്റെ ആ ഒരു സന്തോഷം അവരെ ശരീരങ്ങളിൽ നിന്ന്, മുഖങ്ങളിൽ നിന്ന്, രൂപഭാവങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അവർ ചെയ്ത ആ പ്രവർത്തനം, അധ്വാനമൊക്കെ തൃപ്തികരമാണ്. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ചെയ്ത അമലുകളെ കൊണ്ട് വലിയ ഭാഗ്യം ആഖിറത്തിൽ അള്ളാഹു തആല അവർക്ക് നൽകുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കൊക്കെ അനുഭവിക്കാൻ പോകാനുള്ളതാണ് ഈ അഖബ. ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ. ഖുർആൻ പ്രത്യേകം എടുത്തു ചോദിച്ചുകൊണ്ട്, കടമ്പ മുറിച്ചു കടക്കാത്തത് എന്താണ് മനുഷ്യൻ? അവൻ ഈ സൗകര്യങ്ങളും ഈ ആരോഗ്യമൊക്കെ നൽകിയിട്ട് എന്താണ് അതൊന്നും വിട്ടുകിടക്കാൻ ശ്രമിക്കാത്തത് എന്ന് അല്ലാഹു തആല ചോദിക്കുമ്പോ അതിന്റെ ഉത്തരങ്ങളൊക്കെ അല്ലാഹു തആല പറഞ്ഞിട്ട് നമ്മളെ അനുഗ്രഹിച്ച നല്ല വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടിയുള്ള കഠിനാധ്വാനങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് സ്വീകരിക്കണം. ഫക്കു റഖബത്തിൻ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്റബ. 3 സേവന പ്രവർത്തനങ്ങൾ നമ്മളോട് പറഞ്ഞു അല്ലാഹു തആല. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പാവപ്പെട്ട, കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ കുരുക്ക് അഴിച്ചു കൊടുക്കുക. അങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് തുണയായിട്ട് സ്വന്തം ജീവിതത്തെ അങ്ങനെ മാറ്റിയെടുത്തുകൊണ്ട് സ്വർഗത്തിലെത്തിയ ഒരു കച്ചവടക്കാരന്റെ സംഭവം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഞാനൊരു കച്ചവടക്കാരനെ സ്വർഗത്തിൽ കണ്ടു. കച്ചവടം ചെയ്ത് ജീവിച്ച ആളാ. എന്നെ സ്വർഗത്തിലെത്താനുള്ള കാരണം ആ കച്ചവടത്തിലെ ആൾ സ്വീകരിച്ച വിട്ടുവീഴ്ചയുടെ നിലപാട്. അയാൾ കച്ചവടം ചെയ്തപ്പോഴും മക്കൾക്ക് ശേഷം കച്ചവടം കൈമാറിയപ്പോഴൊക്കെ ആൾ പറഞ്ഞു, പാപ്പ കച്ചവടം ചെയ്തതുപോലെ നിങ്ങളും കച്ചവടം ചെയ്യണം. എങ്ങനെയാണ് പാപ്പ നിങ്ങളെ കച്ചവടത്തിന്റെ ശൈലി? എന്റെ കടയിൽ നിന്ന് വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളുകൾ പച്ച പാവങ്ങളാണ്. അവരെ കൊണ്ടൊന്നും വാങ്ങിച്ചു കൊണ്ടുപോയ വസ്തുക്കളുടെ വില തരാൻ കഴിയില്ല. ഞാൻ അവരോട് പറയും, നിങ്ങൾ തരണ്ട, അതൊരു ധർമ്മമാണ്. സാധനങ്ങൾ മേടിക്കാൻ കാശില്ലാത്ത കൊണ്ട് ഇനി വരാതിരിക്കരുത്, നിങ്ങൾ പാവങ്ങളല്ലേ, വാങ്ങിക്കൊണ്ടേക്കോളൂ. വേറൊരു വഴിക്ക് അല്ലാഹു തആല തരും. ഒരു വഴിക്ക് ഇങ്ങനെ കൊടുക്കുമ്പോ നിങ്ങളൊന്നും തരണ്ട, ഞാൻ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. സമ്പത്തുള്ള ആളുകളാണെങ്കിൽ അവരോട് ഞാൻ പറയും, 1-2 മാസം നിങ്ങൾക്ക് ഇളവ് തരാം, ഒരവധി, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാശടക്കണം. അപ്പൊ 2 കൂട്ടർക്കും സമാധാനം. പാവങ്ങൾക്ക് ഇനി അതൊരു കടബാധ്യത ആകൂലല്ലോ, നമുക്ക് പൊരുത്തപ്പെട്ട് തന്നല്ലോ, വിട്ടുവീഴ്ച ചെയ്തെന്നല്ലോ എന്നുള്ള നിലക്കൊരു സ്വതക്ക, അവർക്കൊരു ധർമ്മം. പണക്കാരാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കേണ്ട, ഘട്ടം ഘട്ടമായിട്ട് കൊടുത്താൽ മതി എന്ന നിലക്ക് അവർക്കും ഒരു എളുപ്പം. 2 കൂട്ടർക്കും ഞാൻ ചെയ്ത ഈ വിട്ടുവീഴ്ചയാണ് എന്റെ കച്ചവടത്തിന്റെ ശൈലി. ഇങ്ങനെ ഒരു വിട്ടുവീഴ്ച, ആ സ്വഭാവം സ്വീകരിച്ചത് കൊണ്ട് ആ കച്ചവടക്കാരൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പാവങ്ങൾക്ക് വലിയൊരു ഗുണമാണ്, പണക്കാർക്കും വലിയൊരു ഗുണമാണ്, എല്ലാവർക്കും സന്തോഷമാണ്. ഒറ്റടിക്ക് കൊടുക്കണം എന്നുള്ള നിബന്ധന വെച്ചില്ലല്ലോ. അതാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ അയാൾ നിർവഹിച്ച ഫക്കു റഖബ, പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ കുരുക്കഴിച്ചു കൊടുക്കുന്നതിൽ അയാൾ ചെയ്തൊരു സേവന പ്രവർത്തനമാണത്. അത്തരക്കാരായ ആളുകളുടെ നമ്മുടെ നാട്ടിലും കുടുംബങ്ങളിലും പരിചയക്കാരിലും നമുക്ക് കിട്ടുന്ന വിവരങ്ങളിലൊക്കെ പെടുന്ന ആളുകൾ ഉണ്ടാകുമ്പോ അവർക്കും ഒരു സഹായം. നാട്ടിൽ നിന്ന് അങ്ങനെ സഹായിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഒരാളങ്ങനെ കുടുങ്ങിയിട്ടുണ്ട്, ഇത്ര ലക്ഷം വേണം അയാൾക്കൊരു ഓപ്പറേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ അയാൾ ട്രീറ്റ്മെന്റിന് വേണ്ടി എന്ന് പറയുമ്പോൾ പല ഭാഗത്തുനിന്നും 10,000-ങ്ങൾ, ലക്ഷങ്ങൾ ഒഴുക്കി കൊടുക്കുന്ന ആളുകളുണ്ട്.
ആ ഒഴുക്കി കൊടുക്കുന്നത് വലിയ ഒരു പ്രവർത്തനമാണ്. ആഖിറത്തിലെത്തുമ്പോ ഈ പ്രയാസം നീക്കിയതിന്റെ പേരിൽ അവിടെ ഒരുപാട് പ്രയാസ രംഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന രംഗമാണ് പരലോകം. അവിടെ അല്ലാഹു തആല ഒക്കെ ലഘൂകരിച്ചു തരും, വിഷമങ്ങളൊക്കെ മാറ്റിത്തരും. ദുനിയാവിൽ ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു പ്രതിസന്ധി മാറ്റിക്കൊടുക്കുമ്പോ അതിന് പകരമായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിസന്ധി മാറ്റാൻ പരലോകത്ത് ഒരു സമയം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവിടെയുള്ള പ്രയാസങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്ക് എളുപ്പം നൽകിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, ഒരു വിഷമവും കരുതേണ്ടതില്ല, സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കോളൂ, ദുനിയാവിൽ നിങ്ങൾ ആ വിഷമം മാറ്റിക്കൊടുത്ത ആളല്ലേ എന്ന നിലക്കൊരു പരിഗണന കൊടുക്കും. പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ ഒരുപാട് ആളുകളെ ആ രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആഖിറത്തിലെത്തിയിട്ട് വലിയ സന്തോഷത്തോടുകൂടെ മുൻപന്തിയിലേക്ക് അവരെ കൊണ്ടുപോകും. പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ വലിയ താല്പര്യം കാണിച്ച് അതിന് വലിയ പ്രേരണ നൽകി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിസ്കീന്മാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്, നമ്മളെ നാട്ടിലും മഹല്ലത്തിലൊന്നും ഇല്ലാന്ന് വെക്കരുത്. ഒരുപക്ഷെ അവരുടെ രൂപഭാവങ്ങൾ കാണുമ്പോ നമുക്ക് തോന്നും, അയാളൊന്നും മിസ്കീനാകൂല, നല്ല ഡ്രസ്സല്ലേ ധരിച്ച്, അയാൾക്ക് നല്ല കയ്യിലുണ്ടല്ലോ, 1-ാം നമ്പർ നല്ല വാശൊക്കെ ഉണ്ടല്ലോ, നല്ല ചെരുപ്പൊക്കെ ഉണ്ടല്ലോ, നല്ല ആള് നടത്തത്തിലും ആളെ കുടുംബത്തിലും ഒരു കുറവൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മൾ അവരെ ഡീറ്റെയിൽസ് ശരിക്കറിയുമ്പോ എത്രയോ സങ്കടത്തോടെ വിഷമത്തോടെ ഓരോ ദിവസവും അങ്ങനെ പതുക്കെ തള്ളി നീക്കുകയാണ്. ആ മിസ്കീന്മാരെ കണ്ടറിഞ്ഞ് ഒന്നും പുറത്തേക്ക് ചോദിക്കാൻ അവർക്ക് മടിയായതുകൊണ്ടാണ്, ചോദിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ചോദിക്കാൻ അവർക്ക് തോന്നൂല. ഖുർആൻ അങ്ങനെയല്ലേ അടയാളം പറഞ്ഞത്, താരിഫുഹും ബിസീമാഹും ലാ യസ്അലൂന അന്നാസ ഇൽഹാഫാ. സാധുക്കളെ കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സ്വഭാവം, ചോദിക്കാൻ ആഗ്രഹങ്ങളും മറ്റൊക്കെ ഉണ്ട്, പക്ഷെ ജനങ്ങളോടൊന്നും അവർ നിർബന്ധിച്ച് ചോദിക്കൂല. കാരണം എങ്ങനെ ഇപ്പൊ നമ്മൾ ചോദിക്കാന്നുള്ളൊരു മനസ്ഥിതി കൊണ്ട് മാറി നിൽക്കാൻ. കൊടുത്തേക്കണം, അവർക്ക് സഹായിച്ചേക്കണം, അവരെ കണ്ട് ശരിക്ക് തിരിച്ചറിയണം. മിസ്കീന്മാരായ ആളുകൾക്ക് ഒത്താശ ചെയ്യണം. മിസ്കീന്മാരായ ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീട്ടുമുറ്റത്ത് വന്ന് എന്തെങ്കിലൊക്കെ കൊടുത്താൽ തൽക്കാലം ആശ്വാസമായി എന്ന നിലക്ക് തിരിച്ചു പോകുന്ന ആളല്ല. യഥാർത്ഥത്തിലുള്ള മിസ്കീൻ അന്നത്തെ ചെലവ് ഒപ്പിച്ച് ജീവിക്കുന്നവനാണ്. പിറ്റേ ദിവസം ശ്രദ്ധിക്കുമ്പോൾ അവന് വിഷമമാണ്, പിറ്റത്തെ മാസം ആലോചിക്കുമ്പോൾ അവന് സങ്കടമാണ്. ഭാരിച്ച ചെലവുകളാണ് അവന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. വഇന്നമൽ മിസ്കീൻ അല്ലദീ ലാ യജിദു ഗിനൻ യുഗ്നീ. മതിയായ ഐശ്വര്യം ഇല്ലാത്തവനാണ് മിസ്കീൻ. മതിയായ നിലക്ക് ജീവിക്കാനുള്ള, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വകുപ്പില്ലാത്തവനാണ്.